വാർത്തകൾ സംഭവിച്ചയിടത്ത് നിന്ന് ആ വാർത്തകളെ തലക്കെട്ട് രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു, ഹെഡ്ലൈൻസ് രൂപത്തിൽ അവതരിപ്പിക്കുകയായിരുന്നു ഞങ്ങളുടെ റിപ്പോർട്ടർമാർ. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കാനുള്ള സമയമാണ്. അതിനു മുമ്പ് പ്രേക്ഷകരെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നു. ഇനിയുള്ള ഒരു മണിക്കൂർ ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയുള്ള സഞ്ചാരം, വാർത്തായാത്രയായിരിക്കും നമ്മൾ നടത്തുക. പ്രതികരണവുമായി യൂട്യൂബിൽ കമന്റ് ബോക്സിൽ പ്രേക്ഷകരും സജീവമാകുന്നുണ്ട്. ഒരുപാട് പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. സുനിൽ ബോസിനെ പോലെ, നൌഷാദ് കെ പോലെയുള്ള, ലിനീഷ് ബാബുവിനെ പോലുള്ള പ്രേക്ഷകരൊക്കെ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നത് കാണുന്നുണ്ട്. അമൽ ഷാജഹാൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നു, ആഹാ പുറത്തുനിന്ന് ഹെഡ്ലൈൻസ്. സാധാരണയും നമ്മൾ ആ രീതി തന്നെയാണ് തുടരാറ്. വാർത്തകൾ സംഭവിച്ച ഇടത്തു നിന്നാണ് തലക്കെട്ടുകൾ ഞങ്ങളുടെ റിപ്പോർട്ടർമാർ പ്രേക്ഷകർക്ക് മുമ്പിലേക്ക് എത്തിക്കാറുള്ളത്. അതൊരു പതിവ് രീതിയാണ്. അജ്മൽ ഷാജഹാൻ്റെ ശ്രദ്ധയിൽ അത് ഇതിനു മുമ്പ് പെട്ടിട്ടില്ലാത്തത് കൊണ്ടായിരിക്കും എന്ന് തോന്നുന്നു. മീനു ജോണിനെ പോലുള്ള പ്രേക്ഷകർ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. കരുവന്നൂരിൽ നല്ല ഡ്രാമ പ്രതീക്ഷിക്കാമെന്ന് പറയുന്നു രാജേഷ് പുതിയ പുറയിലിനെ പോലുള്ള പ്രേക്ഷകർ. അങ്ങനെ കമന്റ് ബോക്സിൽ വിവിധ വിഷയങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഞങ്ങൾ കാണുന്നുണ്ട്. അത് നിങ്ങൾ തുടരുക. ഇനി വിശദമായ റിപ്പോർട്ടുകളിലേക്ക് കടക്കുന്നു. കരുവന്നൂർ വഴി CPIM-ലേക്ക് ED. കരുവന്നൂർ സഹകരണ ബാങ്ക് തട്ടിപ്പിൽ പിടിമുറുക്കുന്നു എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ പേർക്ക് ഉടൻ നോട്ടീസ് നൽകും. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവർക്കെതിരെയും സഹകരണ രജിസ്ട്രാർക്കെതിരെയും കടുത്ത നടപടിക്ക് നീക്കമുണ്ട് എന്നാണ് പുറത്തുവരുന്ന വിവരങ്ങൾ. കരുവന്നൂർ കേസിൽ പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ED കടുത്ത നടപടികളിലേക്ക് കടക്കുന്നത്. വിഷയത്തിൽ നോട്ടീസ് നൽകിയ നീക്കം CPIM ജില്ലാ സെക്രട്ടറിയിൽ ഒതുങ്ങില്ലെന്നാണ് വിവരം. AC മൊയ്തീൻ, MK കണ്ണൻ എന്നിവരെ കൂടി വൈകാതെ ചോദ്യം ചെയ്യലിന് വിളിപ്പിച്ചേക്കും. സഹകരണ രജിസ്ട്രാർ ചുമതല വഹിച്ചവർക്കെതിരെയും നടപടിക്ക് തീരുമാനമുണ്ട്. രജിസ്ട്രാർ ചുമതല വഹിച്ചവർ തട്ടിപ്പിന് ഒത്താശ ചെയ്തെന്നാണ് ED കണ്ടെത്തൽ. ഓഡിറ്റ് വിവരങ്ങൾ മറച്ചുവെച്ച സഹകരണ രജിസ്ട്രാർമാർ തട്ടിപ്പിന് കൂട്ടുനിന്നതായി ED വ്യക്തമാക്കുന്നു. ഇതിനിടെ ED നോട്ടീസ് കിട്ടിയിട്ടില്ലെന്നും ലഭിച്ചാൽ പാർട്ടിയുമായി ആലോചിച്ച് തീരുമാനിക്കുമെന്നും MM വർഗീസ്. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അറിയില്ല, ഇനിയിപ്പോൾ ഇവിടെ വന്നു കിടക്കണ്ടോന്ന് എനിക്കറിയില്ല. നോട്ടീസ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടില്ല. അപ്പോൾ അത് എന്താണെന്ന് പറഞ്ഞിട്ട് പാർട്ടി ലീഡർഷിപ്പായിട്ട് ആലോചിച്ച്, സംസ്ഥാന നേതൃത്വവും ആയിട്ട് ആലോചിച്ചിട്ട് എങ്ങനെയാണെന്നുള്ള അറിയാം. അതേസമയം കരുവന്നൂർ ബാങ്കിൽ പുറത്തശ്ശേരി നോർത്ത്, സൗത്ത് ലോക്കൽ കമ്മിറ്റികളുടേതായി 5 അക്കൗണ്ടുകളുണ്ടെന്നും ഇതിന് KYC രേഖകളില്ലെന്നും ED ചൂണ്ടിക്കാട്ടുന്നു. ഇവയിൽ ബിനാമി ലോൺ വഴി ലഭിച്ച പണം നിക്ഷേപിച്ചതായി സംശയിക്കുന്നുണ്ട്. CPM നേതാക്കൾ നൽകിയത് ഏരിയ കമ്മിറ്റിയുടെ വിവരങ്ങൾ മാത്രമാണെന്നും ലോക്കൽ ബ്രാഞ്ച് കമ്മിറ്റികളുടെ പേരിലുള്ള അക്കൗണ്ട് വിവരങ്ങൾ കൈമാറിയില്ലെന്നും ED വൃത്തങ്ങൾ പറയുന്നു. ഇതിനായി CPM-ന്റെ ഉന്നത നേതാക്കളെ വിളിച്ചുവരുത്തി ചോദ്യം ചെയ്യാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 24 കൊച്ചി. ED നടപടികൾ ശക്തമാക്കിയതോടെ തൃശൂരിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ മുഖ്യ പ്രചാരണ വിഷയമായി മാറുകയാണ് കരുവന്നൂർ സഹകരണ ബാങ്ക് കേസ്. BJP-യും കോൺഗ്രസും ഒരുപോലെ കരുവന്നൂർ തെരഞ്ഞെടുപ്പ് ആയുധമാക്കാനുള്ള നീക്കത്തിലാണ്. എന്തു വന്നാലും പ്രതിരോധിക്കാൻ ഉറച്ചാണ് തൃശൂരിലെ പാർട്ടി നേതൃത്വം. തൃശൂരിലെ മാത്രമല്ല, പാർട്ടിയുടെ സംസ്ഥാന നേതൃത്വം. ഇടതുമുന്നണി വിജയസാധ്യത കൽപ്പിക്കുന്ന പ്രധാന മണ്ഡലമാണ് തൃശൂർ. ED വരവും കരുവന്നൂർ വിവാദവും ഇടതുമുന്നണിയെ പിടിച്ചുലയ്ക്കുകയാണ്. ചെറിയ നിക്ഷേപ തുകകൾ മടക്കി നൽകി താൽക്കാലിക പ്രശ്നപരിഹാരങ്ങൾക്കുള്ള ശ്രമം CPIM തുടരുന്നതിനിടയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കള്ളപ്പണം വെളുപ്പിക്കൽ ആരോപണം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിഷയം ചർച്ചയായെങ്കിലും ഇക്കുറി മുഖ്യ പ്രചാരണ ആയുധമാവുകയാണ് കരുവന്നൂർ. CPIM ജില്ലാ സെക്രട്ടറി MM വർഗീസ്, മുൻമന്ത്രി AC മൊയ്തീൻ, കേരള ബാങ്ക് വൈസ് പ്രസിഡന്റ് MK കണ്ണൻ എന്നിവരെ ലക്ഷ്യമിട്ടുള്ള ED നീക്കം തെരഞ്ഞെടുപ്പ് കാലത്ത് തിരിച്ചടിയാകുമെന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. ഈ സാഹചര്യത്തിൽ ചോദ്യം ചെയ്യലിൽ നിന്ന് ഒഴിവായി അന്വേഷണം വൈകിപ്പിച്ച് അറസ്റ്റ് ഒഴിവാക്കാനുള്ള നീക്കമാണ് CPIM നടത്തുന്നത്. അറസ്റ്റുണ്ടായാൽ എങ്ങനെ നേരിടണമെന്ന് സംബന്ധിച്ചുള്ള നിയമോപദേശം ഇതിനോടകം നേതാക്കൾ തേടിക്കഴിഞ്ഞു. നിയമപരമായും രാഷ്ട്രീയമായും വിഷയത്തെ നേരിടുമെന്നാണ് MK കണ്ണന്റെ പ്രതികരണം. എനിക്ക് നോട്ടീസൊന്നും കിട്ടിയിട്ടില്ല. ഇത് പോണോ പോണ്ടെന്ന് അന്നേരം ഞാൻ വേണ്ടപ്പെട്ടവരായിട്ട് ആലോചിച്ച് തീരുമാനിക്കും. ഞാൻ ഒറ്റയാനല്ലല്ലോ. കിട്ടിയാൽ അന്നേരം ബന്ധപ്പെട്ട കേന്ദ്രങ്ങളൊക്കെ ആയിട്ട് ആലോചിച്ച് തീരുമാനിക്കും. നോട്ടീസ് നൽകുന്നതല്ലാതെ മറ്റു നടപടികളൊന്നും ഉണ്ടാകാത്തത് CPIM BJP കൂട്ടുകെട്ടിന്റെ പ്രതിഫലനമെന്നാണ് കോൺഗ്രസ് നിലപാട്. ഈ കേന്ദ്രത്തിൻ്റെ ലക്ഷ്യം ഒരു ഡീലുണ്ടാക്കുക എന്നാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ നോട്ടീസ് അയക്കൽ. അല്ലെങ്കിൽ ED നോട്ടീസ് എത്രയും അയക്കാൻ തുടങ്ങിയിട്ട് കാര്യമൊന്നും. ഡീല് ഇവിടുന്ന് ഒരാളെ BJP ഒരാളെ ഡൽഹിക്ക് അയക്കുക, പകരം തൃശ്ശൂരും തിരുവനന്തപുരമാണ് അവരുടെ ലിസ്റ്റിലുള്ളത്. ബാക്കി എല്ലായിടത്തും ഇടതുപക്ഷത്തിനെ സഹായിക്കുക. അതാണ് ഡീല്. കരുവന്നൂർ വിഷയത്തിൽ കുറ്റക്കാർക്കെതിരെ കർശന നടപടി ഉണ്ടാകുമെന്ന് NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിയും ആവർത്തിക്കുന്നു. അത് ഉറപ്പായിട്ടും ഉണ്ടാവും.
അത് ഉറപ്പായിട്ടും ഉണ്ടാവും. അതിലെന്താ നിങ്ങൾക്ക് എത്ര സംശയം? പാർട്ടി പ്രവർത്തകരെ അണിനിരത്തിയുള്ള ജനകീയ പ്രതിരോധത്തിനൊപ്പം നിയമപരമായ പ്രതിരോധത്തിനും CPIM തയ്യാറെടുത്തു കഴിഞ്ഞു. തൃശൂരിൽ നിന്നും സൂരജ് ജി, 24. കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോയാൽ രമേശ് കനൂർ എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. ബാബു എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നു. സ്വരാജ് എന്ന് പറയുന്ന പ്രേക്ഷകൻ ഉഷാറാവട്ടെ എന്ന് പറയുന്നു. ഉഷാറാക്കണം. ഇന്ന് മഴയുണ്ടാകുമോ മലബാറിൽ എന്നാണ് മുഹമ്മദ് അലോക്കണ്ടി എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്നത്. ഇന്ന് മധ്യകേരളത്തിലും വടക്കൻ കേരളത്തിലും വേനൽ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. അതിൻ്റെ അപ്ഡേഷൻ ഏറ്റവും ഒടുവിലായുള്ള കാലാവസ്ഥാ മുന്നറിയിപ്പ് അല്പസമയത്തിനകം തന്നെ പുറത്തു വരും. അതിനുശേഷം അക്കാര്യം പറയാം. ഇന്ന് നെന്മാറ വേലയാണ്, അതും കൂടി ഒന്ന് പറയണമെന്ന് പറയുന്നുണ്ട് പ്രജിത്ത് EP എന്ന് പറയുന്ന പ്രേക്ഷകൻ. നെന്മാറ വേലയുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മൾ രാവിലെ മോർണിംഗ് ഷോയിൽ ഗുഡ് മോർണിംഗ് വിത്ത് SKNൽ വിശദമായി പങ്കുവച്ചിരുന്നു. ഈ പരിപാടിയിൽ നമുക്കതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങൾ ഉൾപ്പെടുത്താവുന്നതാണ്. ഷാനു എന്ന് പറയുന്ന പ്രേക്ഷകൻ ചോദിക്കുന്ന അവതാരപ്പുലികൾ ഇനി എപ്പോഴാണ് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ ഇലക്ഷൻ്റെയൊക്കെ തിരക്കൊക്കെ ഒന്ന് കഴിഞ്ഞതിന് ശേഷം അതുമായി ബന്ധപ്പെട്ടുള്ള തീരുമാനത്തിലേക്ക് നമുക്കെത്താം. ജലക്ഷാമം നേരിടുന്നു എന്ന വാർത്ത കുറവാണല്ലോ എന്ന് പറയുന്നു അൽഫ ഖാൻ എന്ന് പറയുന്ന പ്രേക്ഷകൻ. പലയിടങ്ങളിലും ശരിയാണ്, ചൂട് കൂടിയതോടുകൂടി പല മേഖലകളിലും ജലക്ഷാമമുണ്ട്. അതുമായി ബന്ധപ്പെട്ട വിവരങ്ങളൊക്കെ നമുക്ക് പങ്കുവയ്ക്കാവുന്നതാണ്. ഒരുപാട് പ്രേക്ഷകർ വിവിധ വിഷയങ്ങളിൽ അഭിപ്രായം പറയുന്നുണ്ട്. നമുക്ക് വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുകൊണ്ട് അടുത്ത റിപ്പോർട്ടിലേക്ക് നമ്മൾ കടക്കുകയാണ്. കൂറുമാറാൻ കോടികളോ? ഡൽഹിയിൽ BJP ഓപ്പറേഷൻ താമരയ്ക്ക് ശ്രമിക്കുന്നുവെന്ന് ആം ആദ്മി പാർട്ടി. BJPയിൽ ചേർന്നില്ലെങ്കിൽ 1 മാസത്തിനുള്ളിൽ തന്നെയും ED അറസ്റ്റ് ചെയ്യുമെന്ന് മന്ത്രി അതിഷി ആരോപിച്ചു. മദ്യനയ അഴിമതി കേസിൽ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിനെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ട് CBI ഉടൻ കോടതിയെ സമീപിക്കും. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയെ തകർക്കാൻ BJP ശ്രമം നടത്തുന്നുവെന്നാണ് ആരോപണം. കൂറുമാറ്റത്തിന് BJP 25 കോടി രൂപ വാഗ്ദാനം ചെയ്തെന്ന് ആം ആദ്മി പാർട്ടി MLA ഋതുരാജ കഴിഞ്ഞ ദിവസം ആരോപിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് मंत्री അതിഷിയും BJP-ക്കെതിരെ രംഗത്തെത്തിയത്. कि या तो मैं भारतीय जनता पार्टी ज्वाइन कर लूं, अपना पॉलिटिकल करियर बचा लूं, अपना पॉलिटिकल करियर बढ़ा लूं. BJP-യിൽ ചേർന്നില്ലെങ്കിൽ ED ഉപയോഗിച്ച് ജയിലിൽ അടയ്ക്കുമെന്ന് തന്നെ ഭീഷണിപ്പെടുത്തിയെന്ന് അതിഷി ആരോപിച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെയും മന്ത്രി സൗരഭ് ഭരദ്വാജിനെയും ദുർഗേഷ് പതക്കിനെയും രാഘവ് ചദ്ദയെയും ജയിലിൽ അടയ്ക്കാനാണ് BJP-യുടെ പദ്ധതി. വരും ദിവസങ്ങളിൽ തന്റെ വസതിയിൽ ED-യുടെ പരിശോധന ഉണ്ടാകുമെന്നും അതിഷി. संडे की रामलीला मैदान की रैली के बाद जहां पे दिल्ली भर और देश भर से लाखों लोग आए, पिछले 10 दिन से आम आदमी पार्टी के सड़क पर चल रहे संघर्ष के बाद अब भारतीय जनता पार्टी को लगता है कि आम आदमी पार्टी के टॉप 4 लीडर्स को गिरफ्तार करना काफी नहीं था. अब आने वाले समय में अगले बड़े 4 नेताओं को जेल में डाला जाएगा. ആം ആദ്മിയുടെ ആരോപണങ്ങൾ വ്യാജമെന്നാണ് BJP-യുടെ മറുപടി. എന്തുകൊണ്ട് ഈ കാര്യങ്ങളിൽ പോലീസിനെ സമീപിക്കുന്നില്ല എന്നും BJP ചോദിച്ചു. മദ്യനയ അഴിമതി കേസിൽ കേജ്രിവാളിന്റെ ഫോണിലെ വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി ED നീക്കം ആരംഭിച്ചിട്ടുണ്ട്. അറസ്റ്റ് ചോദ്യം ചെയ്ത് കേജ്രിവാൾ നൽകിയ ഹർജി ഡൽഹി ഹൈക്കോടതി നാളെ പരിഗണിക്കും. തിഹാർ ജയിലിൽ കഴിയുന്ന കേജ്രിവാളിനെ കസ്റ്റഡിയിൽ കിട്ടാൻ CBI ഉടൻ അപേക്ഷ നൽകും. 24 ഡൽഹി. ഛത്തീസ്ഗഡിലെ ബിജാപൂരിൽ വൻ മാവോയിസ്റ്റ് വേട്ട എന്നുള്ള വിവരം നേരത്തെ പുറത്തു വന്നിരുന്നു. അതിലിപ്പോൾ 8 മാവോയിസ്റ്റുകളെ വധിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. വൻതോതിൽ ആയുധങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട് ഡൽഹിയിൽ നിന്ന്. ബൽറാം, വിവരങ്ങൾ എന്താണ് ബൽറാം? റിജിത്ത്, ഛത്തീസ്ഗഡിൽ ഇതിനകം 8 മാവോയിസ്റ്റുകളെ ഏറ്റുമുട്ടലിൽ സുരക്ഷാ സേനയും കോബ്ര ഫോഴ്സും ചേർന്ന് വധിച്ചിരിക്കുന്നു എന്നാണ് ഏറ്റവും ഒടുവിൽ ലഭ്യമാകുന്ന വിവരം എന്നുള്ളത്. ബസ്തർ ഡിവിഷനിലെ ബിജാപൂർ ജില്ലയിലെ ഗാംഗ്ലൂരിലാണ് ഈ ഏറ്റുമുട്ടൽ നടന്നിരിക്കുന്നത്. കേന്ദ്ര കർച്ചോളിലെ വനമേഖലയിലാണ് ഏറ്റുമുട്ടൽ നടന്നത്. കഴിഞ്ഞ 2 ആഴ്ചയോളമായി പ്രദേശത്ത് മാവോയിസ്റ്റ് വിരുദ്ധ നീക്കം കോബ്ര ഫോഴ്സിന്റെ നേതൃത്വത്തിൽ സജീവമാക്കിയിരുന്നു. 6 ദിവസം മുമ്പാണ് 6 മാവോയിസ്റ്റുകളെ ഇതേ മേഖലയിൽ നിന്ന് തന്നെ സുരക്ഷാ സേന വധിച്ചിരുന്നത്. ഇതിന്റെ തുടർച്ചയായി നടന്ന മാവോയിസ്റ്റ് വിരുദ്ധ ഓപ്പറേഷനിൽ ഇന്ന് രാവിലെ ഒരു മാവോയിസ്റ്റിനെ വധിച്ചിരുന്നു ഏറ്റുമുട്ടലിൽ. തുടർന്ന് ഇയാളിൽ നിന്നും ഒരു തോക്കടക്കം കണ്ടെത്തി. തുടർന്ന് ഈ മേഖലയിൽ വനമേഖലയിൽ സൈന്യം തെരച്ചിൽ നടത്തുന്നതിനിടെയാണ് വീണ്ടും ഏറ്റുമുട്ടൽ ഉണ്ടാവുകയും മറ്റ് 7 മാവോയിസ്റ്റുകളെ കൂടി ഏറ്റുമുട്ടലിൽ വധിക്കുകയും ചെയ്തിരിക്കുന്നത്. വൻതോതിൽ ആയുധങ്ങൾ, അത്യാധുനിക ആയുധങ്ങളടക്കം ഇവരിൽ നിന്നും കണ്ടെടുത്തു എന്നാണ്
എന്നാണ് ഛത്തീസ്ഗഡ് പോലീസ് അറിയിക്കുന്നത്. ലൈറ്റ് മെഷീൻ ഗണ്ണുകൾ, ബാരൽ ഗ്രനേഡ് ലോഞ്ചറുകൾ, ഒപ്പം തന്നെ വൻതോതിൽ വെടിമരുന്ന് ശേഖരവും ഇവരിൽ നിന്നും കണ്ടെത്തിയിട്ടുണ്ട്. ഏറ്റുമുട്ടൽ ഇപ്പോഴും പ്രദേശത്ത് തുടരുന്നു എന്ന് തന്നെയാണ് ഛത്തീസ്ഗഡ് പോലീസ് വ്യക്തമാക്കുന്നത്. റീജിത്ത്. ശരി, ബൽറാം നെടുങ്ങാടി അതിൻ്റെ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു. ബീജാപ്പൂരിലാണ് വൻ മാവോയിസ്റ്റ് വേട്ട ഉണ്ടായിരിക്കുന്നത്. 8 മാവോയിസ്റ്റുകളെ വധിച്ചു, വൻതോതിൽ ആയുധശേഖരം പിടികൂടി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവരുന്ന വിവരം. ലോക്സഭാ തെരഞ്ഞെടുപ്പ് വാർത്തകളിലേക്ക്. ICL FinCorp 24 ഇലക്ഷൻ സമർപ്പിക്കുന്നത് ICL FinCorp, the intelligent choice. Powered by Asset, responsibly yours. in association with Durashine Roof and Wall Sheets, ഒരു ടാറ്റ ബ്ലൂസ്കോപ്പ് സ്റ്റീൽ ഉൽപ്പന്നം. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാൻ ഇനി 2 ദിവസം കൂടിയാണ് ബാക്കിയുള്ളത്. ഇനിയും ഒരുപാട് സ്ഥാനാർത്ഥികൾ പത്രിക നൽകാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇനി വേഗത്തിൽ സ്ഥാനാർത്ഥികളുടെ പത്രികാ സമർപ്പണം ഉണ്ടാകും. ഇടതുമുന്നണിയുടെ പ്രമുഖ സ്ഥാനാർത്ഥികളായ പന്ന്യൻ രവീന്ദ്രൻ തിരുവനന്തപുരത്തും വിജയരാഘവൻ പാലക്കാടും വരണാധികാരികൾക്ക് മുമ്പാകെ പത്രിക സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തി പത്രിക നൽകും. കുടപ്പരക്കുന്ന് ജംഗ്ഷനിൽ നിന്ന് പ്രവർത്തകർക്കൊപ്പം പ്രകടനമായി എത്തിയാണ് LDF സ്ഥാനാർത്ഥി പന്ന്യൻ രവീന്ദ്രൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിച്ചത്. ജില്ലാ കളക്ടർ ജെറോമിക് ജോർജ് പത്രിക സ്വീകരിച്ചു. പന്ന്യനൊപ്പം മന്ത്രിമാരായ GR അനിൽ, V ശിവൻകുട്ടി, മുൻ മന്ത്രി ആന്റണി രാജു എന്നിവരും ഉണ്ടായിരുന്നു. തിരുവനന്തപുരത്ത് ത്രികോണ മത്സരമല്ലെന്ന് പന്ന്യൻ രവീന്ദ്രൻ ആവർത്തിച്ചു. ഇവിടെ നടക്കുന്ന ത്രികോണ മത്സരമല്ല, ഇവിടെ LDF UDF തമ്മിലുള്ള പോരാട്ടം. ആ പോരാട്ടത്തിൽ നമ്മൾ വളരെ മുമ്പിലാണ്. പാലക്കാട്ടെ LDF സ്ഥാനാർത്ഥി വിജയരാഘവൻ ജില്ലാ കളക്ടർ ഡോക്ടർ S ചിത്രയ്ക്ക് മുൻപാകെ പത്രിക സമർപ്പിച്ചു. ജില്ലാ പഞ്ചായത്തിൽ നിന്ന് പ്രകടനമായി എത്തിയായിരുന്നു പത്രികാ സമർപ്പണം. മന്ത്രി MP രാജേഷ്, AK ബാലൻ എന്നിവർ അനുഗമിച്ചു. കേരളത്തിൽ നിന്ന് പരമാവധി സീറ്റുകൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് ലഭിക്കുക എന്നതും ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ പ്രാധാന്യമുള്ള ഒന്നാണ്. ചാലക്കുടിയിലെ NDA സ്ഥാനാർത്ഥിയായ K ഉണ്ണികൃഷ്ണനും പത്രിക സമർപ്പിച്ചു. രാഹുൽ ഗാന്ധി നാളെ കേരളത്തിലെത്തി പത്രിക സമർപ്പിക്കും. ഉച്ചയ്ക്ക് 12 മണിയോടെ ജില്ലാ കളക്ടർ രേണു രാജിന് മുമ്പാകെയാകും പത്രികാ സമർപ്പണം. കൽപ്പറ്റ ടൗണിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ റോഡ് ഷോയും സംഘടിപ്പിക്കും. വിവിധ ബ്യൂറോകൾക്കൊപ്പം 24 തിരുവനന്തപുരം. KPCC എക്സിക്യൂട്ടീവ് അംഗം T ശരത്ചന്ദ്ര പ്രസാദ് കോൺഗ്രസ് അംഗത്വം രാജിവെച്ചു. തെരഞ്ഞെടുപ്പ് ചുമതലകൾ ലഭിക്കാത്തതിൽ പ്രതിഷേധിച്ചാണ് തീരുമാനമെന്നാണ് വിശദീകരണം. രമേശ് ചെന്നിത്തലയ്ക്കാണ് രാജിക്കത്ത് കൈമാറിയത്. എന്നാൽ ശരത്ചന്ദ്ര പ്രസാദ് പാർട്ടി വിടില്ല എന്നും അതൃപ്തിയുമായി ബന്ധപ്പെട്ട് അദ്ദേഹവുമായി ചർച്ച നടത്തി ആ പ്രശ്നങ്ങൾ പരിഹരിക്കും എന്നാണ് നേതൃത്വം പ്രതികരിക്കുന്നത്. തിരുവനന്തപുരത്ത് കോൺഗ്രസിൽ നിന്ന് നേതാക്കളുടെ കൊഴിഞ്ഞുപോക്ക് തുടരുകയാണ്. 2011 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ആറ്റിങ്ങലിൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന തങ്കമണി ദിവാകരൻ BJPയിൽ ചേർന്നു. NDA തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലം കമ്മിറ്റി ഓഫീസിലെത്തിയാണ് തങ്കമണി ദിവാകരൻ അംഗത്വം സ്വീകരിച്ചത്. രാജീവ് ചന്ദ്രശേഖർ ഷാൾ അണിയിച്ച് സ്വീകരിച്ചു. AICC അംഗമായിരുന്ന തങ്കമണി ദിവാകരൻ മഹിളാ കോൺഗ്രസിന്റെ ജില്ലാ അധ്യക്ഷ കൂടിയായിരുന്നു. ലെനിൻ രാജേന്ദ്രന്റെ സഹോദരിയാണ്. സ്ത്രീകളെ ബഹുമാനിക്കുന്നതിൽ കോൺഗ്രസിന് വിമുഖതയുണ്ടെന്ന് തങ്കമണി ദിവാകരൻ വിമർശിച്ചു. എന്നോടും പല സ്ത്രീകളോടും കാണിക്കുന്ന അവഗണന ഈ പാർട്ടിയിൽ ഏറ്റവും വലിയ പാർട്ടിയെ ഉയർച്ചയിൽ എത്തിക്കാൻ വേണ്ടി ഈ കോൺഗ്രസ് രണ്ടായപ്പോൾ എന്ന് പറഞ്ഞാൽ K കരുണാകരൻ മാറിപ്പോയപ്പോഴും ഇതിനകത്ത് നിന്ന് പാർട്ടിയെ ശക്തിപ്പെടുത്താൻ പ്രവർത്തിച്ചവരാണ് ഞങ്ങൾ. അന്ന് കുറച്ച് സ്ത്രീകളെ ഉണ്ടായിരുന്നെങ്കിലും ഞങ്ങളാണ് എല്ലാ സ്ത്രീകളെയും അതുപോലെ പാർട്ടിയിലും പ്രവർത്തിച്ച് കൊണ്ടുവരാൻ നിന്നത്. പക്ഷേ അതുപോലെ തന്നെ സ്ത്രീകളോട് കാണിക്കുന്ന ബഹുമാനം കുറവ്. ഞാൻ കുറച്ച് നാളുകൊണ്ട് അതിനകത്തുനിന്ന് വിട്ടു നിൽക്കാൻ കാരണം ഇതുകൊണ്ട് തന്നെയാണ്. ഞാൻ വിഭാവന ചെയ്തതും ഞാൻ സ്വപ്നം കണ്ട പാർട്ടി അല്ലാതെ ഈ പാർട്ടി മാറിക്കൊണ്ടിരുന്നപ്പോൾ ഞാൻ അതിൽ നിന്ന് വിട്ടു നിൽക്കേണ്ടി വന്നു. എനിക്ക് അല്ല, ഞാനായിട്ട് പോയതല്ല, എനിക്ക് വിട്ടു നിൽക്കേണ്ടി വന്നു അതിനകത്ത്. പൗരത്വ ഭേദഗതി നിയമം കളം പിടിച്ച് 1ാം ഘട്ടത്തിന് ശേഷം മലബാറിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണം അടുത്ത ലാപ്പിലേക്ക് കടന്നിരിക്കുകയാണ്. വാശിയേറിയ പോരാട്ടമാണ് പല മണ്ഡലങ്ങളിലും നടന്നുകൊണ്ടിരിക്കുന്നത്. രാഹുൽ ഗാന്ധിയുടെ വരവോടെ ദേശീയ പ്രാധാന്യം ലഭിക്കുന്ന മലബാറിലെ പോരാട്ടത്തിൽ മുന്നണികൾക്കായി വിവിധ ദേശീയ നേതാക്കൾ പ്രചാരണത്തിനിറങ്ങും. പൗരത്വ പ്രചാരണത്തിൽ ഉൾപ്പെടെ പുതിയ രാഷ്ട്രീയ നീക്കങ്ങളും സജീവമാകും. പൗരത്വ വിഷയത്തെ ചൊല്ലിയുള്ള ആരോപണ പ്രത്യാരോപണങ്ങളാൽ സജീവമായിരുന്നു മലബാറിലെ ആദ്യഘട്ട പ്രചാരണം.
LDFനായി മുഖ്യമന്ത്രി തന്നെ കളത്തിലിറങ്ങി. ന്യൂനപക്ഷ വോട്ടുറപ്പിക്കാൻ മുന്നണികൾ പല തന്ത്രങ്ങൾ പയറ്റി. മതസാമുദായിക സംഘടനകളുടെ പിന്തുണക്കായുള്ള ഓട്ടവും ഇതിൻ്റെ ഭാഗം. പ്രചാരണം അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുമ്പോൾ മലബാറിൽ പോരാട്ടം കൂടുതൽ കടുക്കും. ദേശീയ പ്രാധാന്യം കൽപ്പിക്കപ്പെട്ട വയനാട്ടിലേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നതോടെ അതിൻ്റെ പ്രതിഫലനം മലബാറിലാകെ ഉണ്ടാകുമെന്നാണ് UDFന്റെ കണക്കുകൂട്ടൽ. രാഹുലിനൊപ്പം ദേശീയ അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ, കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ, ഉപമുഖ്യമന്ത്രി DK ശിവകുമാർ, തെലങ്കാന മുഖ്യമന്ത്രി രേവന്ത് റെഡ്ഡി എന്നിവർ അടുത്ത ദിവസങ്ങളിൽ മലബാറിൽ പ്രചാരണത്തിനിറങ്ങും. രാഹുലിന്റെ വരവോടെ പൗരത്വ വിഷയം കേന്ദ്രീകരിച്ചുള്ള പ്രചാരണത്തിൽ മേൽക്കൈ നേടാനാകുമെന്ന പ്രതീക്ഷയിലാണ് UDF. ഇടതുമുന്നണിക്കായി മുഖ്യമന്ത്രിക്കൊപ്പം CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി, CPI ജനറൽ സെക്രട്ടറി D രാജ, CPIM പോളിറ്റ് ബ്യൂറോ അംഗം വൃന്ദ കാരാട്ട് തുടങ്ങിയ നേതാക്കൾ വിവിധ മണ്ഡലങ്ങളിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ തന്നെ കളത്തിലിറക്കിയുള്ള പ്രചാരണത്തിനാണ് BJP ഒരുങ്ങുന്നത്. കോഴിക്കോട്ടെ പ്രധാനമന്ത്രിയുടെ പരിപാടി സംബന്ധിച്ച് ഈ ആഴ്ച തീരുമാനമാകുമെന്നാണ് സംസ്ഥാന നേതൃത്വത്തിന്റെ പ്രതീക്ഷ. K. സുരേന്ദ്രന്റെ പത്രികാ സമർപ്പണം ഉൾപ്പെടെ വിവിധ പരിപാടികളിൽ കേന്ദ്രമന്ത്രി സ്മൃതി ഇറാനി പങ്കെടുക്കും. മലബാറിൽ ദേശീയ നേതാക്കളെ അണിനിരത്തി പ്രചാരണം കൊഴുപ്പിക്കാനാണ് BJPയുടെയും നീക്കം. 24 കോഴിക്കോട്. ഇടുക്കി ഉടുമ്പൻചോലയിലെ ഇരട്ട വോട്ട് പരാതിയിൽ റവന്യൂ വകുപ്പിന്റെ ഹിയറിംഗിനായി ഹാജരായത് 115 പേർ. 30ഓളം പേർ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് പേര് നീക്കം ചെയ്യാൻ സമ്മതപത്രം നൽകി. അതേസമയം വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഉടൻ ഒഴിവാക്കില്ല. ഇടുക്കി ഉടുമ്പൻചോല പഞ്ചായത്തിലെ 6, 12 എന്നീ വാർഡുകളിലെ 211 പേർക്കാണ് കേരളത്തിലും തമിഴ്നാട്ടിലും വോട്ടുണ്ടെന്ന് കണ്ടെത്തിയത്. ചതുരംഗപ്പാറ വില്ലേജ് ഓഫീസിൽ ഡെപ്യൂട്ടി തഹസിൽദാർ കണ്ണന്റെ നേതൃത്വത്തിൽ നടന്ന ഹിയറിംഗിൽ 115 പേർ നേരിട്ട് ഹാജരായി. ഇവരിൽ നിന്ന് എവിടെ വോട്ട് രേഖപ്പെടുത്താനാണ് താൽപര്യമെന്ന സമ്മതപത്രം ഒപ്പിട്ട് വാങ്ങി. 85ഓളം പേർ കേരളത്തിൽ വോട്ട് നിലനിർത്തണമെന്നാണ് ആവശ്യപ്പെട്ടത്. ഹാജരാകാത്തവർ തമിഴ്നാട്ടിൽ സ്ഥിരതാമസമുള്ളവരോ മരിച്ചവരോ ആണെന്നാണ് നിഗമനം. നോട്ടീസ് കൈപ്പറ്റിയവർ ഹാജരാകാത്തത് സംബന്ധിച്ച് റവന്യൂ വകുപ്പ് പരിശോധന നടത്തും. മുൻപ് തമിഴ്നാട്ടിൽ കഴിഞ്ഞവരും വിവാഹശേഷം ഇടുക്കിയിലേക്ക് വന്നവരും 2 സംസ്ഥാനത്തെയും വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ഭാഗത്ത് ഒരു 107 പേരുടെ മാത്രം പറയേണ്ട കാര്യം എന്നതിനായിട്ട് നോക്കുന്നുണ്ടെങ്കിൽ എല്ലാവരുടെയും കൂടെ അങ്ങ് തീർത്തോട്ടെ, അല്ലെങ്കിൽ എല്ലാവരും കൂടെ വോട്ട് ചെയ്യണം എന്നുള്ളത് തന്നെ അങ്ങോട്ട് എവിടെ വേണമെങ്കിലും വോട്ട് ചെയ്യാൻ അങ്ങനെ പറഞ്ഞ് സമ്മതിപ്പിച്ച് എല്ലാവരും കൂടെ വിട്ടാലും കുഴപ്പമില്ലായിരുന്നു. ഈ ഇലക്ഷൻ കമ്മീഷൻ ഇങ്ങനെ ഒരു പക്ഷമായിട്ട് ചെയ്യുന്നത് ഇച്ചിരി സങ്കടം തന്നെയാണ്. ഹിയറിംഗ് സംബന്ധിച്ച റിപ്പോർട്ട് കളക്ടർക്ക് കൈമാറും. തുടർന്ന് തമിഴ്നാട്ടിലെ തേനി ജില്ലയിലെ ഫോട്ടോ പതിച്ച വോട്ടേഴ്സ് ലിസ്റ്റ് ഔദ്യോഗികമായി ആവശ്യപ്പെടും. ഇത് ഇടുക്കിയിലെ വോട്ടർ പട്ടികയുമായി താരതമ്യം ചെയ്ത് പരിശോധിക്കും. ഇതിനുശേഷമാകും ഇരട്ട വോട്ടുകളിൽ ഒന്ന് നീക്കം ചെയ്യുക. ഇടുക്കിയിലെ തമിഴ് ഭൂരിപക്ഷ തോട്ടം മേഖലയിൽ കൂടുതൽ ഇരട്ട വോട്ടുകൾ ഉണ്ടെന്ന സംശയം ശക്തമായിട്ടുണ്ട്. 24 ഇടുക്കി. 24ന്റെ തെരഞ്ഞെടുപ്പ് സംവാദ പരിപാടി. ഇവിടെ രാഷ്ട്രീയം പറയാം ഇന്ന് മലപ്പുറത്താണ്. വൈകിട്ട് 4 മണിക്ക്, പതിവ് പോലെ വൈകിട്ട് 4 മണിക്ക് മലപ്പുറം ടൗൺ ഹാളിന് മുന്നിലാണ് ഇന്ന് പരിപാടി നടക്കാൻ പോകുന്നത്. ഹാഷ്മി താജ് ഇബ്രാഹിം ചേരുന്നുണ്ട് മലപ്പുറത്ത് നിന്ന് വിവരങ്ങളുമായി. ഹാഷ്മി, വലിയ തെരഞ്ഞെടുപ്പ് ആവേശത്തിലാണ് മണ്ഡലം ഉള്ളത്. ഇന്നലെയൊക്കെ ഗംഭീര ചർച്ചയായിരുന്നു. സമയം പോരാതെ വരുന്ന സാഹചര്യം. ഇന്നും അത്തരത്തിലൊരു ചർച്ച നമുക്ക് പ്രതീക്ഷിക്കാമെന്ന് തോന്നുന്നു. പാനൽ ആരൊക്കെയാണ് ഹാഷ്മി? ഉറപ്പായും രാഷ്ട്രീയം അത്രത്തോളം വളരെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്ന ഒരു മേഖലയിൽ കൂടിയാണ് നമ്മുടെ യാത്ര. നമ്മൾ കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ കണ്ണൂർ, വടകര, കോഴിക്കോട്, വയനാട് ഈ മേഖലകളിലൊക്കെ രാഷ്ട്രീയം വളരെ സജീവമായി, ഏറ്റവും സജീവമായി ചർച്ച ചെയ്യുന്ന മണ്ഡലങ്ങൾ കണ്ടു. അപ്പോൾ അതിൻ്റെ പിന്നാലെ നമ്മളിപ്പോൾ മലബാറിലേക്ക് എത്തിയിരിക്കുന്നു. മലപ്പുറം നമുക്കറിയാം ഇത് ലീഗിൻ്റെ പൊന്നാപുരം കോട്ടയാണ്. എന്ന് പറഞ്ഞാൽ ഏത് രാഷ്ട്രീയ സാഹചര്യത്തിലും ഏത് രാഷ്ട്രീയ കാലാവസ്ഥയിലും UDFന് ആശ്രയിക്കാൻ കഴിയുന്ന, ആർക്കും തകർക്കാൻ കഴിയാത്തൊരു പൊന്നാപുരം കോട്ടയാണ്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് അധികം പ്രതീക്ഷകൾ വെച്ച് പുലർത്തേണ്ട എന്ന് UDF ക്യാമ്പ് ഊറ്റം കൊള്ളുമ്പോൾ നിങ്ങൾക്ക് TK ഹംസയുടെ ചരിത്രം ഓർമ്മയില്ലേ? പണ്ടത്തെ മഞ്ചേരി, ഇപ്പോഴത്തെ മലപ്പുറമായ പണ്ടത്തെ മഞ്ചേരിയിൽ TK ഹംസ നിങ്ങൾ കിടിവെട്ട് തന്നുകൊണ്ട് ഈ മണ്ഡലം പിടിച്ചെടുത്ത ചരിത്രം ഓർമ്മയില്ലേ? 2004 ആവർത്തിക്കും എന്നൊക്കെ പറഞ്ഞു LDF ക്യാമ്പ്. എന്തായാലും വളരെ ഊർജിതമായി, വളരെ സജീവമായി ടി മുഹമ്മദ് ബഷീർ ഇങ്ങോട്ടേക്ക് എത്തുന്നു. പൊന്നാനി, മലപ്പുറം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു കൈമാറ്റം, സമതാനി അങ്ങോട്ട് പോവുകയും മീറ്റിംഗ് ഇങ്ങോട്ട് വരികയും ചെയ്യുന്നു. PT മുഹമ്മദ് ബഷീർ വളരെ സജീവമായി പ്രചരണ രംഗത്തുണ്ട്. എന്നാൽ വസീഫ, CPMന്റെ യുവമുഖം, യുവരക്തം വസീഫ ആദ്യം തന്നെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടന്നു. അതിനുശേഷം വളരെ ഊർജിതമായി CPMന്റെ സംഘടനാ സംവിധാനം ഒന്നാകെ ഉപയോഗിച്ചുകൊണ്ട് വളരെ ഊർജിതമായ പ്രചരണത്തിലാണെന്ന് പറഞ്ഞാൽ അവരുടെ യൂത്ത് ബ്രിഗേഡ് ഒന്നാകെ അവരുടെ സംസ്ഥാന പ്രസിഡന്റ്, DYFI സംസ്ഥാന പ്രസിഡന്റിനെ വിജയിപ്പിക്കാൻ ഇവിടെ രംഗത്തുണ്ട്. അതുകൊണ്ട് മാറ്റമുണ്ടാകും എന്ന ഉറച്ച പ്രതീക്ഷയിൽ തന്നെയാണ് ഇവിടെയുള്ള LDF ക്യാമ്പ്.
പൗരത്വ വിഷയമടക്കമുള്ള എല്ലാ വിഷയങ്ങളും ഇവിടെ ചർച്ചയാകുന്നുണ്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൗരത്വ വിഷയം ഏറ്റവും കൂടുതൽ ചർച്ചയാകുന്ന മണ്ഡലങ്ങൾ ഒന്നൊരു പക്ഷേ ഇത് തന്നെയാണ്. ഇലക്ട്രൽ ബോണ്ട് അടക്കം, ഇലക്ട്രൽ ബോണ്ട് അഴിമതി അടക്കം, അരവിന്ദ് കെജ്രിവാൾ അടക്കം ദേശീയ രാഷ്ട്രീയ പ്രശ്നങ്ങളൊക്കെ വളരെ ആഴത്തിൽ മനസ്സിലാക്കുന്ന വോട്ടർമാർ, അത് ചർച്ച ചെയ്യുന്ന വോട്ടർമാർ. അപ്പോൾ സ്വാഭാവികമായും നമ്മുടെ 4 മുതൽ 5 വരെയുള്ള നമ്മുടെ ചർച്ചയിൽ പോയ മണ്ഡലങ്ങൾ കണ്ടതുപോലെയുള്ള വീറും വാശിയൊക്കെ ഉണ്ടാകും. റീജിത്ത്, നമുക്കറിയാം സമയപരിമിതിയുണ്ട്. 1 മണിക്കൂർ കൊണ്ട് ഈ പറയുന്ന പ്രശ്നങ്ങളൊന്നും പറഞ്ഞു തരാൻ കഴിയില്ല, മണ്ഡലത്തിൻ്റെ പ്രശ്നങ്ങൾ പറഞ്ഞു തരാൻ കഴിയില്ല. അപ്പോൾ വോട്ടർമാർ പ്രശ്നങ്ങൾ കൂട്ടത്തോടെ ഉന്നയിക്കാൻ ശ്രമിക്കും, കുറച്ച് ബഹളങ്ങൾ ഉണ്ടാകുന്നു. അത് രാഷ്ട്രീയ പോരിൻ്റെ ചൂടിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന വീറും വാശിയുമാണ്. ഇന്ന് നമ്മുടെ മുസ്ലിം ലീഗിൽ നിന്നും യൂത്ത് ലീഗ് നേതാവ് ടി പി അഷ്റഫ് അലി, CPM ൽ നിന്ന് ശ്യാമപ്രസാദ്, BJP യിൽ അഡ്വക്കേറ്റ് ശ്രീപ്രകാശ്, 3 യുവാക്കളാണ്, യുവരക്തങ്ങളാണ് മണ്ഡലത്തിന്റെ കാര്യം പറയാൻ വരുന്നത്. അപ്പം അതോടൊപ്പം പ്രിയപ്പെട്ട മലപ്പുറംകാർ, രാഷ്ട്രീയക്കാർ, രാഷ്ട്രീയതരമായി ചിന്തിക്കുന്നവർ, നിഷ്പക്ഷർ, മലപ്പുറം മണ്ഡലത്തിന്റെ വികസന പ്രശ്നങ്ങൾ ഉന്നയിക്കാൻ ആഗ്രഹിക്കുന്നവരൊക്കെ നമ്മൾ മലപ്പുറം ടൗൺ ഹാളിലേക്ക് പ്രതീക്ഷിക്കുന്നു. ടൗൺ ഹാളിന്റെ മുന്നിലാണ്. അത്യാവശ്യം വെയിലും ചൂടൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും രാഷ്ട്രീയ ചൂടിനെ അതിനൊക്കെ മറികടക്കുന്ന രാഷ്ട്രീയ ചൂട്, പ്രചരണ ചൂട് മലപ്പുറത്തുണ്ട്. അപ്പോൾ എല്ലാ പ്രിയപ്പെട്ടവരെയും ഒരിക്കൽ കൂടി മലപ്പുറം ടൗൺ ഹാൾ പരിസരത്തേക്ക് വൈകിട്ട് 4 മുതൽ 5 വരെ സ്വാഗതം ചെയ്യുകയാണ്. നമുക്കവിടെ രാഷ്ട്രീയം പറയാം. റിജിത്ത്. ശരി, ഹാഷ്മി താജ് ഇബ്രാഹിം വിവരങ്ങൾ നൽകുകയായിരുന്നു. ആ മണ്ഡലത്തിൽ നിന്ന് ഉള്ളവരെല്ലാം തന്നെ ആ ചർച്ചയുടെ ഭാഗമാകാൻ ശ്രമിക്കുക. നിങ്ങളുടെ വികസന കാഴ്ചപ്പാടുകൾ അവതരിപ്പിക്കാനുള്ളൊരു വേദി കൂടിയാണത്. മറക്കരുത്, വൈകിട്ട് 4 മണിക്കാണ് ചർച്ച. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ മണിപ്പൂരിൽ BJPയുടെ 4 നേതാക്കൾ കോൺഗ്രസിൽ ചേർന്നിരിക്കുന്നു. മുൻ MLA ഉൾപ്പെടെയുള്ളവരാണ് പാർട്ടി വിട്ടിരിക്കുന്നത്. മുൻ എസ്കുൽ MLA ഇലങ്ബാം ചന്ദ് സിംഗ്, BJP നേതാവ് സഗോൽചം അചൌബ സിംഗ്, അഡ്വക്കേറ്റ് ഒയിനം ഹേമന്ത് സിംഗ്, തൗദം ദേവദത്ത് സിംഗ് എന്നിവരാണ് കോൺഗ്രസിൽ ചേർന്നത്. ഇംഫാലിലെ കോൺഗ്രസ് ഭവനിലായിരുന്നു ചടങ്ങുകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കോൺഗ്രസ് സ്ഥാനാർത്ഥി ഡോക്ടർ അഗൌംച ബിമോൽ അക്കോയിജം പുതിയ അംഗങ്ങളെ പാർട്ടിയിലേക്ക് സ്വാഗതം ചെയ്തു. മണിപ്പൂരിൽ കലാപകാലത്ത് തിരിഞ്ഞു നോക്കാത്ത പ്രധാനമന്ത്രിയോട് പാർട്ടിയിലുള്ളവർക്ക് തന്നെ പ്രതിഷേധമുണ്ടെന്ന് തെളിഞ്ഞതായി വടക്കുകിഴക്കൻ സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിക്കേഷൻ ചുമതലയുള്ള AICC വക്താവ് മാത്യു ആന്റണി 24നോട് പറഞ്ഞു. 74-ലെ കച്ചത്തീവിനെ കുറിച്ച് പറയാനായിട്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് സമയമുണ്ട്. 2024-ലെ മണിപ്പൂർ കലാപത്തിനെ കുറിച്ച് പറയാനായിട്ടോ അവിടെ സന്ദർശിക്കാനായിട്ടോ സമയമില്ല. അതുകൊണ്ട് തന്നെ മണിപ്പൂരിലെ BJPയും സഖ്യകക്ഷികളും ഓരോരോ നേതാക്കളായിട്ട് ചോർന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും കൂടുതൽ നേതാക്കളുടെ കുത്തൊഴുക്കുകളുണ്ടാവും. മുൻ മന്ത്രി ഹേമചന്ദ്ര സിംഗ് കഴിഞ്ഞ ദിവസം കോൺഗ്രസിൽ നിന്ന് രാജിവെച്ചിരുന്നു. ഈ ക്ഷീണം കുറയ്ക്കാൻ BJP നേതാക്കളുടെ പാർട്ടി പ്രവേശനത്തിലൂടെ കഴിയുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിക്കുന്നു. മറ്റൊരു പാർട്ടിയിലേക്കുമില്ലെന്നും കോൺഗ്രസിൽ പ്രതീക്ഷയില്ലെന്നുമായിരുന്നു രാജിക്കത്തിൽ ഹേമചന്ദ്ര സിംഗ് പറഞ്ഞത്. മുംബൈയിൽ നിന്നും ശ്രീനാഥ് ചന്ദ്രൻ, 24. ഇപ്പോൾ പുറത്തു വരുന്നൊരു വാർത്തയിലേക്കാണ് ഇനി നമ്മൾ കടക്കുന്നത്. കണ്ണൂർ സർവകലാശാല സെനറ്റ് നിയമനത്തിൽ സിൻഡിക്കേറ്റ് നൽകിയ പട്ടിക ഗവർണർ വെട്ടിയിരിക്കുന്നു. 14 പേരുടെ സിൻഡിക്കേറ്റ് ലിസ്റ്റിൽ നിന്ന് ഉൾപ്പെടുത്തിയത് 2 പേരെ മാത്രമാണ്. വെങ്കിടേഷ് രാമകൃഷ്ണന്റെയും ശശികുമാറിന്റെയും പേരുകൾക്ക് പകരം മാധ്യമപ്രതിനിധിയായി ജന്മഭൂമി ലേഖകനെ ഉൾപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട്. ഗവർണർ നിർദ്ദേശിച്ച പട്ടികയിൽ DCC ഭാരവാഹികളും ഉണ്ട്. സജോ ദേവസ്യ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സജോ, വിവരങ്ങൾ എന്താണ്? ആ പട്ടിക എങ്ങനെയാണ് സജോ? റിജിത്ത്, ഗവർണറുടെ വെട്ടിനിരത്തൽ തുടരുകയാണ്. കണ്ണൂർ സർവകലാശാല സിൻഡിക്കേറ്റ് നൽകിയ 14 പേരുടെ പട്ടികയാണ് ഗവർണർക്ക് സമർപ്പിച്ചിരുന്നത്. ആ 14 പേരിൽ 12 പേരുടെയും പേരുകൾ വെട്ടി 2 പേരെ മാത്രമാണ് സർവകലാശാല നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത്. ഗവർണർ വെട്ടിയവരിൽ പ്രമുഖരുണ്ട്, CK വിനീത് അടക്കമുള്ള പ്രമുഖരുണ്ട്. മാധ്യമ പ്രതിനിധികളായും വെങ്കിടേഷ് രാമകൃഷ്ണന്റെയും ശശികുമാറിന്റെയും പേരായിരുന്നു നിർദ്ദേശിച്ചിരുന്നത്. ആ പേരും വെട്ടി ഉൾപ്പെടുത്തിയിരിക്കുന്നത് ജന്മഭൂമിയുടെ ലേഖകരെയാണ്. ഒപ്പം മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, 2 DCC ഭാരവാഹികളും ഗവർണർ നാമനിർദ്ദേശം ചെയ്ത പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട് എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. നമ്മളോടൊപ്പം ഇപ്പോൾ SFI സംസ്ഥാന പ്രസിഡന്റ് ശ്രീ K അനുശ്രീ ചേരുകയാണ്. എന്താണ് ഇതിൽ നിങ്ങളുടെ വിമർശനം? ഞങ്ങൾ കേരളയെയും കാലിക്കറ്റ് സർവകലാശാലയുടെയും സെനറ്റ് സംഘപരിവാറിൻ്റെ ഗവർണർ ചാൻസലർ പദവി ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അട്ടിമറിച്ച വിഷയത്തിൽ വലിയ പ്രതിഷേധം രേഖപ്പെടുത്തിയതാണ് വളരെ മുന്നേ തന്നെ. സമാനമായ സ്ഥിതിയാണ് കണ്ണൂർ സർവകലാശാലയിലും കാണാൻ പറ്റിയത്. ഇന്നലെയാണ് സർവകലാശാല കൊടുത്ത VC അംഗീകരിച്ചിട്ടുള്ള ലിസ്റ്റിന് മേലെയുള്ള ഗവർണറുടെ മറുപടി കടന്നു വന്നിട്ടുള്ളത്. നമ്മൾ കണ്ടത് തെരഞ്ഞെടുപ്പ് അടക്കം മുൻനിർത്തിക്കൊണ്ട് ചട്ടപ്രകാരം ആണോ ഇത് കടന്നു വന്നിട്ടുള്ളത് എന്നുകൂടി പരിശോധിക്കപ്പെടേണ്ടതാണ്. വളരെ കൃത്യമായിട്ട് പരിശോധിക്കണം. അതിനോടൊപ്പം തന്നെ ഗവർണർ തന്നിട്ടുള്ള മറുപടി ലിസ്റ്റ് പരിശോധിക്കുമ്പോൾ 16 അംഗങ്ങളെ തിരഞ്ഞെടുക്കേണ്ടത് യൂണിവേഴ്സിറ്റി കൊടുത്തത് 48 അംഗങ്ങളുടെ ലിസ്റ്റാണ്. അതായത് ഓരോ വിഭാഗത്തിലും 3 പേരുടെ വെച്ചിട്ടുള്ള ലിസ്റ്റാണ് യൂണിവേഴ്സിറ്റി കൊടുത്തത്. 16-ൽ ഇപ്പോൾ മറുപടിയായിട്ട് വന്നിട്ടുള്ള ലിസ്റ്റിനകത്ത് 2 പേരൊഴികെ 14 അംഗങ്ങളും ലിസ്റ്റിന് പുറത്തുള്ള ആൾക്കാരാണ്. അതുമാത്രമല്ല കോൺഗ്രസിൻ്റെയും സംഘപരിവാറിൻ്റെയും പ്രധാനപ്പെട്ട ഉത്തരവാദിത്തത്തിലിരിക്കുന്ന നേതാക്കന്മാരായിട്ടുള്ള ആൾക്കാരുടെ ലിസ്റ്റ് കൂടിയുണ്ട്. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ആദ്യം സൂചിപ്പിക്കാനുള്ളത് ഹെഡ് മാസ്റ്റേഴ്സ്, ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ പദവിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു മേഖലയുണ്ട്. ആ മേഖലയിൽ നിന്ന് സർവകലാശാല 3 ആൾക്കാരെ
നോമിനേറ്റ് ചെയ്യുന്നു. പക്ഷേ മറുപടിയായിട്ട് ഗവർണർ അയച്ച ലിസ്റ്റിനകത്ത് ഹൈസ്കൂളിൻ്റെ ഹെഡ് മാസ്റ്റർ എന്ന പദവിക്കപ്പുറത്തേക്ക് ആ സ്റ്റാറ്റ്യൂട്ട് അട്ടിമറിച്ചുകൊണ്ട് LP സ്കൂളിൻ്റെ ഹെഡ് മാസ്റ്ററെയാണ് നിയമിക്കുന്നത്, അല്ലെങ്കിൽ ആ രീതിയിലാണ് ലിസ്റ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റാറ്റ്യൂട്ട് ലംഘിച്ചു എന്നാണ് ഏറ്റവും ആദ്യ പ്രാഥമിക ദർശനത്തിൽ അത് കാണാൻ വേണ്ടി പറ്റുന്നത്. മറ്റൊന്ന് മാധ്യമ മേഖലയാണ്. മാധ്യമ മേഖലയിൽ സർവകലാശാല കൊടുത്തത് വെങ്കടേഷ് രാമകൃഷ്ണനെ പോലെ, ശശികുമാറിനെ പോലെ രാജ്യാന്തര പ്രസിദ്ധരായിട്ടുള്ള ആൾക്കാരുടെ ദൂരദർശൻ ഡയറക്ടർ കൃഷ്ണദാസിൻ്റെ ഉൾപ്പെടെയുള്ള പേരാണ്. എന്നാൽ കടന്നു വന്നിട്ടുള്ളത് BJPയുടെ മുഖപത്രമായ ജന്മഭൂമിയുടെ ലേഖകന് UP സന്തോഷാണ്. കേരളയിലും കാലിക്കറ്റിലും നടന്നതാണ് BJP അനുഭാവികളെ അവരുടെ പത്രാധിപരെ ഉൾക്കൊള്ളിക്കുന്ന സ്ഥിതി. അഭിഭാഷക മേഖലക്കകത്ത് RSSന്റെ സജീവ നേതാവ് ഭാരതീയ ദേശീയ സമിതി സംഘം K കരുണാകരൻ നമ്പ്യാരാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. SFI നേതാവ് അനുശ്രീ അതിനോട് പ്രതികരിക്കുകയായിരുന്നു. കണ്ണൂർ സർവകലാശാല സെനറ്റ് നിയമനത്തിൽ സിൻഡിക്കേറ്റ് നൽകിയ പട്ടിക ഗവർണർ വെട്ടുന്നു. 14 പേരുടെ സിൻഡിക്കേറ്റ് ലിസ്റ്റിൽ നിന്ന് വെറും 2 പേരെ മാത്രമാണ് ഉൾപ്പെടുത്തുന്നത്. വെങ്കടേഷ് രാമകൃഷ്ണന്റെയും ശശികുമാറിന്റെയും പേരുകൾക്ക് പകരം മാധ്യമപ്രതിനിധിയായി വരുന്നത് ജന്മഭൂമി ലേഖകനാണ്. വലിയ പ്രതിഷേധം SFIയുടെ ഭാഗത്തു നിന്നുണ്ടാവുന്നു. ചെറിയൊരു ഇടവേളയിലേക്ക് പോകാൻ സമയമായിരിക്കുകയാണ്. അതിനു മുമ്പ് കമന്റ് ബോക്സിലേക്ക് ഒരിക്കൽ കൂടി പോകുന്നു. ഷാജി പൊയ്കൽ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, എൻ്റെ മുകളിലത്തെയും താഴത്തെയും കമന്റ് വായിച്ചു, എൻ്റെ മാത്രം വായിച്ചില്ല എന്ന് പറയുന്നു. മുകളിലേക്ക് പോയി നോക്കിയപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഗുഡ് ആഫ്റ്റർനൂൺ അവിടെ കിടപ്പുണ്ട്. മനഃപൂർവ്വമല്ല, ഒരുപാട് വാർത്തകൾക്കിടയിൽ നമുക്കറിയാമല്ലോ വളരെ പ്രധാനപ്പെട്ട വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്ന മണിക്കൂറാണ്. പ്രേക്ഷകരുമായി സംവദിച്ച് തന്നെയാണ് നമ്മുടെ ഗുഡ് ആഫ്റ്റർനൂൺ കടന്നു പോവുക. അതിനിടയിൽ ചില കമന്റുകളൊക്കെ വിട്ടുപോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പ്രേക്ഷകർ അഭിപ്രായങ്ങൾ അറിയിക്കുന്നത് തുടരുക. ഇപ്പോൾ പുറത്തു വരുന്നൊരു വിവരത്തിലേക്കാണ് നമ്മൾ കടക്കുന്നത്. മന്ത്രി സജി ചെറിയാന്റെ വാഹനം അപകടത്തിൽപ്പെട്ടു. കായംകുളത്ത് മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. എല്ലാവരും സുരക്ഷിതരാണ്. മനീഷ് മഹിവാൽ ചേരുന്നുണ്ട് വിവരങ്ങളുമായി ആലപ്പുഴയിൽ നിന്ന്. മനീഷ്, എന്താണ് സംഭവിച്ചത്? മനീഷ്, റിജിത്ത്, ഒരു 20 മിനിറ്റ് മുൻപ് കായംകുളം MSM കോളേജിന്റെ മുൻപിൽ ദേശീയപാതയിൽ വെച്ചാണ് അപകടമുണ്ടായത്. മന്ത്രിയും ഒപ്പം തന്നെ അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറിയും ഗൺമാനും ഡ്രൈവറും അടക്കമുള്ള സംഘമാണ് ആലപ്പുഴ കായംകുളം ദേവികുളങ്ങരയിൽ നിന്നും CPIMന്റെ ജില്ലാ കമ്മിറ്റി ഓഫീസിലേക്ക് പോകുന്ന സമയത്താണ് ഈ ദേശീയപാതയിൽ വെച്ച് അപകടമുണ്ടായത്. MSM കോളേജിന്റെ മുൻപിൽ വെച്ച് മറ്റൊരു വാഹനത്തിനെ മറികടക്കുന്നതിനിടയിലാണ് വേറൊരു കാറുമായി കൂട്ടിയിടിച്ചത്. ഒപ്പം തന്നെ ഈ കാറ് ചെന്ന് മറ്റൊരു ടിപ്പറുമായി ഇടിച്ചു. അങ്ങനെ 3 വാഹനങ്ങൾ തമ്മിലുള്ള ഒരു കൂട്ട ഇടിയായിരുന്നു. പക്ഷേ എയർ ബാഗ് അടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പ്രവർത്തിച്ചതുകൊണ്ട് ആർക്കും പരിക്കേറ്റില്ല. ഉടനെ തന്നെ കായംകുളം പോലീസ് സ്ഥലത്തെത്തി. മന്ത്രി സഞ്ചരിച്ച വാഹനത്തിന്റെ മുൻഭാഗം പൂർണ്ണമായും തകർന്നിരുന്നു. പക്ഷേ എയർ ബാഗ് തന്നെ പ്രവർത്തിച്ച ആർക്കും പരിക്കുണ്ടായില്ല. ഉടൻ തന്നെ കായംകുളം പോലീസ് എത്തി മറ്റൊരു വാഹനത്തിൽ ആലപ്പുഴയിലേക്ക് വിട്ടു. ഒപ്പം തന്നെ MLA മാത്യു കുടനാടൻ ഈ സമയത്ത് വാഹനത്തിൽ റോഡിലൂടെ പോവുമായിരുന്നു. അദ്ദേഹം വാഹനത്തിൽ നിന്ന് ഇറങ്ങി കാര്യങ്ങളൊക്കെ തന്നെ അന്വേഷിച്ചു. എന്താണെങ്കിലും ആർക്കും പരിക്കില്ല എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. മന്ത്രി ആലപ്പുഴയിലേക്ക് തിരിച്ചിട്ടുണ്ട്. റിജിത്ത്, ശരി. മനീഷ് മഹിബാൽ വിവരങ്ങൾ നൽകുകയായിരുന്നു. മന്ത്രി സജി ചെറിയാന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. മറ്റൊരു കാറുമായി കൂട്ടിയിടിക്കുകയായിരുന്നു. ഇടിച്ച കാർ ടിപ്പറിലും ചെന്നിടിച്ചു എന്നുള്ള വിവരം പുറത്തു വരുന്നുണ്ട്. എന്തായാലും എല്ലാവരും സുരക്ഷിതരാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ UDFനെ പിന്തുണയ്ക്കുമെന്ന SDPI പ്രഖ്യാപനത്തിന് പിന്നാലെ രാഷ്ട്രീയ വാക്പോര് സജീവമാകുകയാണ്. കോൺഗ്രസ് രാജ്യദ്രോഹികളുമായി സഖ്യമുണ്ടാക്കുന്നുവെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രൻ ആരോപിച്ചു. കോൺഗ്രസ് ആരുടെയും പിന്തുണ തേടിയിട്ടില്ല എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മറുപടി നൽകി. SDPIയുടെ പിന്തുണ തള്ളാതെയും കൊള്ളാതെയും കരുതലോടെയാണ് UDF നീക്കം. ആളുകൾ വോട്ട് ചെയ്യുന്നത് സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ഞങ്ങൾ അവരുമായിട്ട് ഒരു ധാരണയും ഇല്ല. ഞങ്ങൾ അവരുമായിട്ട് സംസാരിച്ചിട്ടില്ല. ഞങ്ങൾ അവരുടെ പിന്തുണയെ ആവശ്യപ്പെട്ടിട്ടില്ല. ആളുകൾ ഇൻഡിവിജ്വലായിട്ടാണ് വോട്ട് ചെയ്യണത്. അവരവരുടെ ഇഷ്ടപ്രകാരം രഹസ്യ വോട്ടാണ്. ഇഷ്ടമുള്ളവർ വോട്ട് ചെയ്യട്ടെ. ആരുടെയും വോട്ട് വേണ്ടെന്ന് പറയില്ലെന്നായിരുന്നു RSP നേതാവ് ഷിബു ബേബി ജോണിന്റെ പ്രതികരണം. ചർച്ച നടത്തിയിട്ടില്ലെന്നും SDPI വർഗീയ പാർട്ടിയാണെന്ന് പറയാനില്ലെന്നും രമേശ് ചെന്നിത്തല. UDF ഒരു ചർച്ചയും നടത്തിയിട്ടില്ല. ഞാൻ ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് സർട്ടിഫിക്കറ്റ് എഴുതാൻ ഞാൻ മുതിരുന്നില്ല. അവരുടെ പ്രവർത്തനങ്ങൾ വിലയിരുത്തിക്കൊണ്ട് ജനങ്ങളത് മനസ്സിലാക്കും. ഞങ്ങൾക്ക് ഒരു കാലത്തും അവരുമായിട്ട് രാഷ്ട്രീയ ബന്ധമില്ലാത്തവരാണ്. രാഹുൽ ഗാന്ധിയെ കൂടി ഉന്നം വെച്ചായിരുന്നു K സുരേന്ദ്രന്റെ SDPI വിമർശനം. തീവ്രവാദ പാർട്ടികളുമായി സഖ്യം ചേരുന്നതിൽ കോൺഗ്രസ് നിലപാട് വ്യക്തമാക്കണമെന്നും K സുരേന്ദ്രൻ. വിദേശ രാജ്യങ്ങളിൽ നടക്കം അവർക്ക് പരിശീലനം സിദ്ധിച്ചു എന്നാണ് NIA കണ്ടെത്തിയിരിക്കുന്നത്. ആ ഭീകരവാദ സംഘടനയാണ് കോൺഗ്രസ് പാർട്ടിക്ക് UDFന് ഇപ്പോൾ പരസ്യമായ പിന്തുണ പ്രഖ്യാപിച്ചിരിക്കുന്നത്. SDPI പിന്തുണച്ചാലും പാലക്കാട് UDF ജയിക്കില്ലെന്നാണ് A വിജയരാഘവന്റെ പ്രതികരണം. 24 തിരുവനന്തപുരം. വയനാട് സുഗന്ധഗിരിയിൽ അനധികൃത മരം മുറിക്ക് ഒത്താശ ചെയ്തിരുന്നത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരെന്ന് പ്രദേശവാസികൾ. വീടിന് ഭീഷണിയായ മരങ്ങൾ മുറിക്കുന്നതിനായി നൽകിയ അപേക്ഷയുടെ മറവിലാണ് മറ്റു മരങ്ങളും മുറിച്ചു കടത്തിയത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് അനധികൃത മരംമുറി നടന്നതെന്ന് നാട്ടുകാർ വ്യക്തമാക്കുന്നു. അനധികൃത മരംമുറി ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ വനമന്ത്രി AK ശശീന്ദ്രൻ വിളിച്ച ഉന്നതതല യോഗം തിരുവനന്തപുരത്ത് ചേരുകയാണ്. 24 ഫോളോ അപ്പ്.
സുഗന്ധഗിരിയിലെ ഊട്ടുപാറയിൽ ജോസഫിന്റെ സ്ഥലമാണിത്. വീടിനടുത്തുള്ള മരം കടപുഴകി വീണ് ഒരു ഭാഗം തകർന്ന സ്ഥിതിയുണ്ടായി. 10 മരങ്ങളായിരുന്നു അപകട ഭീഷണിയായി നിന്നിരുന്നത്. ഇത് മുറിക്കാൻ ജോസഫ് വനം വകുപ്പിന് അപേക്ഷ നൽകി. 10 മരങ്ങൾ മുറിച്ച കൂട്ടത്തിൽ മറ്റൊരു വലിയ മരം കൂടി മുറിച്ചു. ഇത് ഒരു തരത്തിലും വീടിന് പ്രശ്നമുണ്ടായിരുന്ന മരമല്ല. എന്നിട്ടും മുറിച്ചു നീക്കി. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ കാവലിലാണ് മരമുറി നടന്നതെന്ന് ജോസഫ് പറയുന്നു. ജോൺസൺ എന്ന വാച്ചർ പൂർണ്ണ സമയവും മരം മുറിക്കുമ്പോൾ ഉണ്ടായിരുന്നു. സംഭവം വിവാദമായതോടെ ജോൺസൺ സസ്പെൻഷനിലാണ്. ഈ മരം എപ്പോൾ ഈ റോഡിന് ചെരിഞ്ഞിരിക്കുന്ന ഒരു ഭീഷണിയില്ലാത്ത മരമാണ് അത് മുറിച്ചത്. അപ്പോൾ നമുക്ക് ഒരു ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് ഇന്ന് മുറിപ്പിക്കുമ്പോൾ നമുക്ക് ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. ഇവിടെ കൽപ്പറ്റ ഫോറസ്റ്റിൽ ജോലി ചെയ്യുന്ന ഒരു ജോൺസൺ എന്ന് പറഞ്ഞ ആളാണ്. മരം ഫസ്റ്റിൽ മുറിക്കുന്ന അന്ന് മുതൽ അവസാനം വരെ ജോൺസൺ ഉണ്ടായിരുന്നു. ഈ വിധം 100-ലേറെ മരങ്ങൾ അനധികൃതമായി മുറിച്ചു എന്നാണ് വനം വകുപ്പിന്റെ തന്നെ അന്വേഷണത്തിലെ കണ്ടെത്തൽ. വീട്ടിയടക്കമുള്ള സംരക്ഷിത മരങ്ങൾ മുറിച്ചു നീക്കിയവയിൽ ഉൾപ്പെടുന്നില്ല. വനം വകുപ്പ് രജിസ്റ്റർ ചെയ്ത കേസിൽ 6 പ്രതികളുണ്ട്. മരത്തടികൾ വീണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ടെന്നും വനം വകുപ്പ് ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഫോറസ്റ്റ് സെക്ഷൻ ഓഫീസർ കെ ചന്ദ്രൻ, മറ്റൊരു വാച്ചറും സുഗന്ധഗിരി സ്വദേശിയുമായ ബാലൻ എന്നിവരെയും സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. മരമുറി സംബന്ധിച്ച വാർത്ത പുറത്തു കൊണ്ടുവന്നത് 24 ആണ്. 24 വയനാട്. ശ്രീകൃഷ്ണ എന്ന് പറയുന്ന പ്രേക്ഷകൻ പറയുന്നു, സൗദിയിൽ നിന്ന് ഈ പരിപാടി കാണുന്നു എന്ന് പറയുന്നു, സന്തോഷം. അതുപോലെ അഭിജിത്ത് KS എന്ന് പറയുന്ന പ്രേക്ഷകൻ 50-ലേറെ ദിവസങ്ങളായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന CPO റാങ്ക് ഹോൾഡേഴ്സിന് നീതി കിട്ടണം, അതിന് 24-ന്റെ ഇടപെടൽ പ്രതീക്ഷിക്കുന്നു എന്ന് പറയുന്നു അഭിജിത്ത് KS എന്ന് പറയുന്ന പ്രേക്ഷകൻ. അതുപോലെ സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് പ്രചാരണം ചൂടുപിടിക്കുമ്പോൾ ചില സ്ഥാനാർത്ഥികൾ വിജയിക്കും എന്നൊക്കെയുള്ള അവകാശവാദങ്ങളുമായി ഒരുപാട് പ്രേക്ഷകർ കമൻറ്റ് ബോക്സിൽ നിറയുന്നുണ്ട്. സുരേഷ് P എന്ന് പറയുന്ന പ്രേക്ഷകൻ ഗുഡ് ആഫ്റ്റർനൂൺ പറയുന്നുണ്ട്. അതുപോലെ ഇന്ന് നെന്മാറ വല്ലങ്ങി വേലയാണ്, ഉച്ചയായതോടുകൂടി ബസ്സിൽ സൂചി കുത്താനുള്ള ഇടമില്ല എന്ന് പറയുന്നു ഷീബ എന്ന് പറയുന്ന പ്രേക്ഷക. അടുത്ത റിപ്പോർട്ടിലേക്ക് നമുക്ക് പോകാം. സാമ്പത്തിക നിയന്ത്രണം കടുപ്പിച്ചതോടെ സംസ്ഥാനത്തെ ട്രഷറികളിൽ ബില്ലുകൾ കുന്നുകൂടി. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ അപേക്ഷ നൽകിയെങ്കിലും ധനവകുപ്പ് അംഗീകരിച്ചില്ല. നിലവിൽ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നത് തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടെ 76,805 ബില്ലുകളാണ്. മാർച്ച് 25 വരെയാണ് ട്രഷറികളിൽ ബില്ലുകൾ സ്വീകരിച്ചിരുന്നത്. 5 ലക്ഷത്തിന് മുകളിലുള്ള ബില്ലുകൾ മാറാൻ ധനവകുപ്പ് വിലക്ക് ഏർപ്പെടുത്തിയിരുന്നു. ധനവകുപ്പിന്റെ അനുമതിക്കായി അപേക്ഷ നൽകിയെങ്കിലും ഇതെല്ലാം ധനവകുപ്പ് നിരാകരിക്കുകയായിരുന്നു. നിലവിൽ ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്ന ബില്ലുകളിൽ കൂടുതലും തദ്ദേശ ഭരണ സ്ഥാപനങ്ങളുടേതാണ്. 76,805 ബില്ലുകളാണ് മാറാനുള്ളത്. 1648.51 കോടിയുടേതാണിത്. മെയിൻ്റനൻസ് ഗ്രാന്റ് ഉൾപ്പെടെയാണ് ട്രഷറികളിൽ കെട്ടിക്കിടക്കുന്നത്. 54,201 ബില്ലുകൾ ഗ്രാമപഞ്ചായത്തുകളുടേതാണ്. ബ്ലോക്ക് പഞ്ചായത്തുകളുടെ 9,501 ബില്ലുകളും മാറാനുണ്ട്. മുനിസിപ്പാലിറ്റികളുടെ 6,632 ബില്ലുകളും കോർപ്പറേഷനുകളുടെ 2,353 ബില്ലുകളും മാറാനുണ്ട്. ഗ്രാമപഞ്ചായത്തുകൾക്ക് മാത്രം നൽകാനുള്ളത് 913.11 കോടി രൂപയാണ്. ഇതെല്ലാം തന്നെ പദ്ധതികൾ പൂർത്തിയാക്കി സമർപ്പിച്ചവയാണ്. സംസ്ഥാനത്തെ സാമ്പത്തിക പ്രതിസന്ധി പദ്ധതികളെയും ബാധിച്ചുവെന്ന് കണക്കുകൾ വ്യക്തമാക്കുന്നു. കഴിഞ്ഞ സാമ്പത്തിക വർഷം 67.45% മാത്രമാണ് പദ്ധതി ചെലവ്. 24 തിരുവനന്തപുരം. കടമെടുപ്പ് വിഷയത്തിൽ സംസ്ഥാന സർക്കാർ വടികൊടുത്തടി വാങ്ങിയെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. കെടുകാര്യസ്ഥതയാണ് പ്രതിസന്ധിക്ക് കാരണമെന്ന പ്രതിപക്ഷത്തിന്റെ ആരോപണം ശരിവെക്കുന്നതാണ് സുപ്രീം കോടതിയുടെ നിരീക്ഷണങ്ങളെന്നും അദ്ദേഹം പറഞ്ഞു. കേന്ദ്രത്തിൽ നിന്ന് 57,300 കോടി രൂപ കിട്ടാനുണ്ടെന്ന വാദം സുപ്രീം കോടതിയിൽ ഉന്നയിച്ചില്ല. പ്രതിസന്ധിക്ക് കാരണക്കാരൻ മുൻ ധനമന്ത്രി ഡോക്ടർ TM തോമസ് ഐസക്കാണെന്നും പ്രതിപക്ഷ നേതാവ് കുറ്റപ്പെടുത്തി. സംസ്ഥാനത്തിൻ്റെ സാമ്പത്തിക പ്രതിസന്ധി പറഞ്ഞ് സുപ്രീം കോടതിയിൽ പോയ കേരള സർക്കാരിന് വടി കൊടുത്ത് അടി വാങ്ങിച്ച അനുഭവമാണ് ഉണ്ടായിരിക്കുന്നത്. മിസ്മാനേജ്മെൻറ്റാണ് ഈ സംസ്ഥാനത്തിൻ്റെ പ്രതിസന്ധിക്ക് മുഴുവൻ കാരണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുക. 2020 മുതൽ ഞങ്ങൾ ഉയർത്തിയ വാദമുഖങ്ങൾ മുഴുവൻ സുപ്രീം കോടതി ശരിവച്ചിരിക്കുക. കേന്ദ്രത്തിൽ നിന്ന് 56,700 കോടി രൂപ കിട്ടാനുണ്ട് എന്നുള്ള ഒരു വാദമുഖവും സുപ്രീം കോടതിയിൽ കേരള ഗവൺമെൻറ് അവതരിപ്പിച്ചിട്ടില്ല. ഏറ്റവും അപകടകരമായ രീതിയിൽ സംസ്ഥാനത്തെ ഈ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടതിൻ്റെ മുഖ്യ ഉത്തരവാദി അന്നത്തെ ധനകാര്യമന്ത്രിയാണ്. സംസ്ഥാനത്തെ റേഷൻ വിതരണം സാധാരണ നിലയിൽ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം റേഷൻ വിതരണം പുനരാരംഭിച്ചു. ഈ മാസം 6 വരെ മാർച്ച് മാസത്തെ റേഷൻ വാങ്ങാം. സർവർ തകരാറിലായതിനെ തുടർന്ന് കഴിഞ്ഞ മാസം റേഷൻ വിതരണം തുടർച്ചയായി തടസ്സപ്പെട്ടിരുന്നു. 30% ആളുകൾക്ക് റേഷൻ വാങ്ങാനും കഴിഞ്ഞില്ല. ഈ സാഹചര്യത്തിലാണ് മാർച്ച് മാസത്തെ റേഷൻ വിതരണം ഏപ്രിൽ 6 വരെയാക്കി നീട്ടിയത്.
ഏപ്രിൽ മാസത്തെ റേഷൻ വിതരണം 8-ാം തീയതി മുതലായിരിക്കും ആരംഭിക്കുക. സാവകാശം ലഭിച്ചതോടെ 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം തുറന്ന റേഷൻ കടകളിൽ തിരക്കില്ല. കഴിഞ്ഞ ദിവസം കുറെ ആള് വരുമ്പോൾ സർവർ തകരാറ് മൂലം ബില്ലൊന്നും വരുന്നില്ല. നമ്മൾ ഇത് അടിച്ചു കഴിഞ്ഞാലും ബില്ല് വരുന്നില്ല. അതുകൊണ്ട് ആളുകൾക്ക് സാധനം കൊടുക്കാൻ കഴിയുന്നു. ഈ മാസം 6-ാം തീയതി വരെ നീട്ടിയതിനെ കൊണ്ട് വലിയ പ്രശ്നമില്ല. ആളുകൾ വന്ന് സാധനം വാങ്ങിച്ചു പോകുന്നുണ്ട്. സമയം നീട്ടിയതിനെ കൊണ്ട് തിരക്കില്ല. ഇപ്പൊ സാധനം എല്ലാവരും വാങ്ങിച്ചു പോകുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഭക്ഷ്യധാന്യങ്ങൾ വാങ്ങാൻ എത്തിയവർ കാത്തുനിന്ന് മടങ്ങേണ്ടി വന്നിരുന്നു. അതിനാൽ അധികമായി അനുവദിച്ച സമയം ഉപഭോക്താക്കൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്ന് ഭക്ഷ്യവകുപ്പ് അറിയിച്ചു. 24 കോഴിക്കോട്. മലപ്പുറം ആലംകോട് മരിച്ചയാളുടെ പേരിലുള്ള സാമൂഹ്യ സുരക്ഷാ പെൻഷൻ തട്ടിയെടുത്തു എന്നുള്ള പരാതി, അത് പ്രേക്ഷകർക്കറിയാം, വലിയ വാർത്തയായതാണ്. അതിൽ യൂത്ത് കോൺഗ്രസ് നേതാവ് ഹക്കിം പെരുമുക്കിനെതിരെ പോലീസ് കേസെടുത്തിരിക്കുകയാണ്. ഹക്കിം പെരുമുക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM പ്രതിഷേധ സംഗമം നടത്തി. യൂത്ത് കോൺഗ്രസ് മലപ്പുറം ജില്ലാ സെക്രട്ടറി ഹക്കീം പെരുമുക്കിനെതിരെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തിയാണ് ചങ്ങരംകുളം പോലീസ് കേസെടുത്തത്. പെൻഷൻ വിതരണം ചെയ്തിരുന്ന ചങ്ങരംകുളം സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറിയുടെ പരാതിയിലാണ് പോലീസ് നടപടി. ഹക്കീം പെരുമുക്ക് പഞ്ചായത്ത് അംഗത്വം രാജിവെക്കണമെന്നാവശ്യപ്പെട്ട് CPIM ചങ്ങരംകുളം പഞ്ചായത്തിന് മുന്നിൽ പ്രതിഷേധ സംഗമം നടത്തി. ഡിസംബറിൽ മരിച്ച പെരിഞ്ചേരിയിൽ അബ്ദുള്ളയുടെ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ 2019 ഒക്ടോബർ മുതൽ 2020 സെപ്റ്റംബർ വരെ കൈപ്പറ്റിയെന്നാണ് പരാതി. ഈ കാലയളവിൽ ഹക്കീം പെരുമുക്കായിരുന്നു പ്രദേശത്ത് പെൻഷൻ വിതരണം ചെയ്തിരുന്നത്. തെറ്റു ചെയ്തിട്ടില്ലെന്നും നിയമപരമായി നേരിടുമെന്നുമാണ് ഹക്കീം പെരുമുക്കിന്റെ വിശദീകരണം. മരിച്ചയാളുടെ പേരിലുള്ള പെൻഷൻ 1 വർഷമായി മറ്റൊരാൾ വാങ്ങിയെന്ന വാർത്ത 24 ആണ് പുറത്തുവിട്ടത്. സമീർ ബിൻ കരീം, 24, തിരൂർ. DBFS മാർക്കറ്റ് വ്യൂ സമർപ്പിക്കുന്നത് DBFS വെൽത്ത് മാനേജ്മെന്റ് ആൻഡ് നോൺ ബാങ്കിംഗ് ഫൈനാൻസ്. ഗുഡ് ആഫ്റ്റർനൂൺ. മാർക്കറ്റ് വ്യൂവിലേക്ക് സ്വാഗതം. ആദ്യം ഹെഡ്ലൈൻസ്. സാമ്പത്തിക വർഷത്തിന്റെ 2ാം ദിനം വിപണികൾ നഷ്ടത്തിൽ. സെൻസെക്സ് 200 പോയിന്റ് കുറഞ്ഞു. നിഫ്റ്റി മീഡിയ സൂചിക 1% ഉയർന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 200 രൂപ കുറഞ്ഞ് 50,680 രൂപയായി. രാജ്യത്തെ ഉൽപാദന മേഖല 16 വർഷത്തെ ഏറ്റവും ഉയർന്ന നിലയിൽ. മാർച്ചിലെ മാനുഫാക്ചറിംഗ് PMI 2008 ശേഷമുള്ള ഏറ്റവും ഉയർന്ന നിരക്കിൽ. ശക്തമായ ഉൽപാദനവും ഡിമാൻഡും മൂലം നിയമനങ്ങൾ കൂടിയെന്നും HSBC ഇന്ത്യ റിപ്പോർട്ട്. 2023 ശേഷം ഏറ്റവും അധികം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കപ്പെട്ടെന്നും റിപ്പോർട്ടിൽ. പ്രകൃതി ദുരന്തങ്ങൾ മൂലം 2023 ആഗോള തലത്തിലുണ്ടായത് $380 ബില്യൺ നഷ്ടമെന്ന് ലണ്ടൻ ആസ്ഥാനമായ കൺസൾട്ടിംഗ് സ്ഥാപനം എവൺ. ചൈനയിലെ വെള്ളപ്പൊക്കവും ഇന്ത്യയിലെ വരൾച്ചയും ഏഷ്യ പസഫിക് മേഖലയിൽ ഉണ്ടാക്കിയത് $65 ബില്യൺ നഷ്ടം. 91% നഷ്ടവും ഇൻഷുർ ചെയ്യാത്തത്. ദക്ഷിണേഷ്യയിൽ തൊഴിൽ വളർച്ച ജനസംഖ്യാനുപാതികമല്ലെന്ന് ലോകബാങ്ക്. തൊഴിലവസരങ്ങളിലെ വളർച്ച 1.7%, ജനസംഖ്യാ വളർച്ച 1.9%. ഡേറ്റ. ജോലി ചെയ്യുന്ന പ്രായത്തിലുള്ള ജനസംഖ്യ പ്രതിവർഷം 19 ലക്ഷം വർദ്ധിച്ചപ്പോൾ തൊഴിലവസരങ്ങളിലുണ്ടായത് 10 ദശലക്ഷം വളർച്ച. പുതിയ ഇലക്ട്രിക് വാഹന നയത്തിന്റെ ഭാഗമായി ഇറക്കുമതി നിയന്ത്രണങ്ങളില്ലെന്ന് കേന്ദ്രം. ചൈന ഉൾപ്പെടെയുള്ള രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതിക്ക് തടസ്സങ്ങളില്ല. രാജ്യത്ത് $500 ദശലക്ഷം നിക്ഷേപിച്ച് 3 വർഷത്തിനുള്ളിൽ ആഭ്യന്തര ഉൽപ്പാദനം ആരംഭിക്കുന്ന കമ്പനികൾക്ക് ഇറക്കുമതി നികുതി കുറയ്ക്കുമെന്ന് കഴിഞ്ഞ മാസം കേന്ദ്രം പറഞ്ഞിരുന്നു. കഴിഞ്ഞ ദിവസം വിപണികൾ റെക്കോർഡ് കുറിച്ചിരുന്നു. വലിയ ഉണർവിലായിരുന്നു. ഇന്നും തുടക്കം നല്ലതായിരുന്നെങ്കിലും വിപണികൾ അതിനുശേഷം നഷ്ടത്തിലേക്ക് പോവുകയായിരുന്നു. സെൻസെക്സ് ഏകദേശം 200 പോയിന്റോളം ഇന്ന് താഴ്ന്ന ഒരു കാഴ്ച കാണുകയുണ്ടായി. എന്നാൽ മീഡിയ ഓഹരികളിൽ 1% ഉയർച്ചയും കണ്ടു. ഇനി ദേശീയ ഓഹരി വിപണിയിലേക്ക് വന്നു കഴിഞ്ഞാൽ 47 പോയിന്റ് താഴ്ന്ന് 22,415 എന്ന നിലയിലാണ് വ്യാപാരം നടക്കുന്നത്. ബാങ്ക് ഓഹരികൾ ലാഭത്തിലാണെങ്കിലും ഫൈനാൻഷ്യൽ സർവീസസ്, ധനകാര്യ മേഖലയുടെ ഓഹരികൾ നഷ്ടത്തിലാണ് വ്യാപാരം പുരോഗമിക്കുന്നത്. ഇനി ബോംബെ ഓഹരി സൂചികയിലേക്ക് വന്നു കഴിഞ്ഞാൽ 197 പോയിന്റ് താഴ്ന്ന് 73,817 എന്ന നിലയിലാണ് ഇപ്പോൾ വ്യാപാരം നടക്കുന്നത്. സ്വർണ്ണവിലയിൽ ഇന്ന് കുറവുണ്ട്. ഇന്നത്തെ വിപണിയുടെ ഒരു ട്രെൻഡ് അനലൈസ് ചെയ്യുന്നതിന് വേണ്ടി ശ്രീ പോൾ തോമസ് ഉണ്ട്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. ഗുഡ് ആഫ്റ്റർനൂൺ ശ്രീ പോൾ തോമസ്. ഇന്നത്തെ ഒരു വിപണിയുടെ ട്രെൻഡ് തുടക്കം മെച്ചമായിരുന്നു, എന്നാൽ പിന്നീട് താഴോട്ട് പോകുന്ന ഒരു കാഴ്ച. Good afternoon.
ഞാൻ കാലത്ത് പറഞ്ഞ പോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് വലിയൊരു താഴ്ചയൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. 22,400 375 ലെവലിൽ സപ്പോർട്ട് ആയിരിക്കുമെന്ന് ഞാൻ പറഞ്ഞു. 388 വരെ നിഫ്റ്റി താഴ്ന്നിട്ട് തിരിച്ച് കയറിയാണ് ഇപ്പോൾ നിൽക്കുന്നത്. ലോയിൽ നിന്നും തിരിച്ചു കയറി. എന്നാലും മാർക്കറ്റ് പോസിറ്റീവിലേക്ക് ആയിട്ടില്ല. ഇപ്പോഴും 40 പോയിന്റ് 35 പോയിന്റ് ഒക്കെ താഴെ തന്നെ. പക്ഷെ വളരെ ചെറിയൊരു റേഞ്ചിനുള്ളിലാണ് നിഫ്റ്റിയും മാർക്കറ്റും നിൽക്കുന്നത്. ഒരുപക്ഷെ ഇന്ന് ക്ലോസ് ചെയ്യുമ്പോഴത്തേക്കും മാർക്കറ്റ് കുറച്ചും കൂടി കയറി പോസിറ്റീവിലേക്ക് ആകാനുള്ള സാധ്യതകളൊക്കെ കാണുന്നുണ്ട്. മാർക്കറ്റ് വരുന്ന ദിവസങ്ങളിലും റേഞ്ച് ബൗണ്ടായിട്ട് നിൽക്കാനായിരിക്കും സാധ്യത. ശരി, മാർക്കറ്റ് ട്രെൻഡിനെ കുറിച്ചുള്ള വിശദാംശങ്ങൾ നൽകിയത് ശ്രീ പോൾ തോമസ് ആണ്, എക്സിക്യൂട്ടീവ് ഡയറക്ടർ DBFS. മാർക്കറ്റ് വ്യൂ പൂർണ്ണമാവുകയാണ്. ഗുഡ് ആഫ്റ്റർനൂണിലേക്ക് വീണ്ടും മന്ത്രി PM മുഹമ്മദ് റിയാസ് പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്ന പരാതിയുമായി UDF രംഗത്ത് വരുന്നു. കോഴിക്കോട് സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിലെത്തിക്കാൻ തീരുമാനിച്ചു എന്ന് പൊതുവേദിയിൽ പ്രസംഗിച്ചതിലാണ് പരാതി. എന്നാൽ പെരുമാറ്റച്ചട്ടം ലംഘിച്ചിട്ടില്ല എന്നും ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും മന്ത്രി PM മുഹമ്മദ് റിയാസ് പറഞ്ഞു. ചെയ്ത കാര്യങ്ങൾ പറയുന്നതിൽ എന്താ തെറ്റ്? എല്ലാവരും സന്തോഷിക്കല്ലേ ചെയ്യേണ്ടത്? ഇതിനൊക്കെ എല്ലാവരും ഒന്നിക്കുകയാണ് ചെയ്യേണ്ടത്. അവിടെ എല്ലാവരുടെ അടുത്തും ക്യാമറയും മൊബൈലും ഒക്കെ ഉള്ളതല്ലേ. ഇതിലെന്ത് തെരഞ്ഞെടുപ്പ് സമയത്ത് പറയണ്ടെന്ന് അറിയുന്നവരല്ലേ നമ്മളൊക്കെ. പെരുമാറ്റച്ചട്ടമൊക്കെ പാലിച്ചു പോകുന്നവരല്ലേ. അപ്പോൾ മന്ത്രിയായതിനു ശേഷം നിരവധി ഉപതെരഞ്ഞെടുപ്പ് നടന്നിട്ട് നമ്മളൊക്കെ അതിൻ്റെ പ്രവർത്തനങ്ങളിൽ പോയതല്ലേ. പെരുമാറ്റച്ചട്ടം എങ്ങനെയാണ് എന്താണ് എന്നൊക്കെ ധാരണ ഉള്ളവരല്ലേ. അപ്പം ഞങ്ങളൊക്കെ ഇതൊക്കെ പെരുമാറ്റച്ചട്ടവും കാര്യങ്ങളൊക്കെ അറിയുന്നവരാണല്ലോ. പിന്നെ ഒരു വിവാദം ഉണ്ടാക്കുക, ഒരു കുഴപ്പമുണ്ടാക്കുക, LDF ആകെ മോശമെന്ന് വരുത്തി തീർക്കാൻ ശ്രമിക്കുക, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം. പക്ഷേ ഇക്കാര്യങ്ങൾ എവിടെയും ഞങ്ങൾക്ക് പറയാവുന്ന കാര്യങ്ങളാണ്, ഇനിയും പറയാലോ. അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ പൂപ്പറമ്പ, അതിൽ മന്ത്രിയുടെ മറുപടി നമ്മൾ കേട്ടു. എന്താണ് ഈ പരാതിക്ക് കാരണമായത്? UDF നേതൃത്വം പറയുന്നത് എന്താണ്? റീജിത്ത്, ഇന്നലെയാണ് സ്പോർട്സ് ഫെർട്ടിനിറ്റി എന്ന സംഘടനയുടെ നേതൃത്വത്തിൽ കോഴിക്കോട് നളന്ദ ഓഡിറ്റോറിയത്തിൽ ഇത്തരത്തിലൊരു പരിപാടി, അതായത് മണ്ഡലത്തിലെ കായിക വികസനവുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു മുഖാമുഖം പരിപാടി സംഘടിപ്പിച്ചത്. അതിൽ മന്ത്രി മുഹമ്മദ് റിയാസ്, അതോടൊപ്പം തന്നെ കോഴിക്കോട് ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി എളമരം കരീം ഉൾപ്പെടെയുള്ളവർ ഈ പരിപാടിയിൽ പങ്കെടുത്തിരുന്നു. ആ പരിപാടിക്കിടെയാണ് മന്ത്രി ഇത്തരത്തിലൊരു പ്രഖ്യാപനം നടത്തിയത്. അതിൽ പറയുന്നത് ഇങ്ങനെയാണ്: കോഴിക്കോട്ടെ സ്റ്റേഡിയം രാജ്യാന്തര നിലവാരത്തിൽ ഉയർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കും, അത് സർക്കാരിൻ്റെ പരിഗണനയിലുണ്ട് എന്നത് പ്രസംഗത്തിൽ അത്തരമൊരു പരാമർശം മന്ത്രി മുഹമ്മദ് റിയാസിൻ്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. ഇതിനെതിരെയാണ് പരാതിയുമായി UDFൻ്റെ ജില്ലാ കമ്മിറ്റി രംഗത്ത് വന്നത്. അത് ഈ പെരുമാറ്റച്ചട്ട ലംഘനമാണ് എന്ന കാര്യമാണ് UDF ചൂണ്ടിക്കാട്ടുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ജില്ലാ കളക്ടർക്ക് പരാതിയും നൽകിയിട്ടുണ്ട്. അതിലിപ്പോൾ മന്ത്രിയുടെ തന്നെ വിശദീകരണവും ഈ ഘട്ടത്തിൽ പുറത്തു വന്നിട്ടുണ്ട്. അതിൽ പറയുന്നതിൽ ആ കാര്യം പറയുന്നതിൽ തെറ്റില്ല. കാരണം നേരത്തെ തന്നെ സർക്കാർ പ്രഖ്യാപിച്ചതാണ് ഈ സ്റ്റേഡിയവുമായി ബന്ധപ്പെട്ട നവീകരണം എന്ന കാര്യമാണ് മന്ത്രി പറയുന്നത്. അത് പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പരിധിയിൽ വരില്ല എന്ന വിശദീകരണമാണ് നൽകുന്നത്. എന്നാൽ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ആ ദൃശ്യങ്ങളിൽ ഉള്ളതാണ്. ഈ പ്രസംഗം ചിത്രീകരിക്കാൻ ശ്രമിച്ച തെരഞ്ഞെടുപ്പ് കമ്മീഷനെ നിയോഗിച്ച് ചുമതലയുള്ള ഫോട്ടോഗ്രാഫറെ LDF നേതാക്കൾ തടഞ്ഞു എന്ന പരാതിയും UDF ഉന്നയിക്കുന്നുണ്ട്. അതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പുറത്തു വന്നിട്ടുണ്ട്. അരുൺ പൂപ്പറമ്പ കോഴിക്കോട്ട് നിന്ന് വിശദമായ വിവരങ്ങൾ നൽകുകയായിരുന്നു. കോടതി അലക്ഷ്യ കേസിൽ പതഞ്ജലിയുടെ മാപ്പപേക്ഷ അംഗീകരിക്കാതെ സുപ്രീം കോടതി. പതഞ്ജലി സഹസ്ഥാപകൻ ബാബ രാംദേവും മാനേജിംഗ് ഡയറക്ടർ ആചാര്യ ബാലകൃഷ്ണയും സമർപ്പിച്ച സത്യവാങ്മൂലം കോടതി തള്ളി. കോടതി നിർദ്ദേശം അവഗണിച്ച് തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രസിദ്ധീകരിച്ച് ലാഭം ഉണ്ടാക്കിയതായി കോടതി വിലയിരുത്തി. വിഷയത്തിൽ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിസ്സംഗത കാട്ടിയെന്ന് സുപ്രീം കോടതി വിമർശിച്ചു. കേസ് ഈ മാസം 10-ന് വീണ്ടും പരിഗണിക്കും. വിശദമായ മറുപടി സമർപ്പിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകളോട് കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അരുണാചൽ പ്രദേശിലെ സ്ഥലങ്ങളുടെ പേര് ചൈന പുനർനാമകരണം ചെയ്തതിനെതിരെ ഇന്ത്യ. ചൈനയുടേത് വിവേകശൂന്യമായ ശ്രമമെന്ന് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. അരുണാചൽ പ്രദേശ് ഇന്ത്യയുടെ അവിഭാജ്യ ഘടകം എന്ന യാഥാർത്ഥ്യം മറക്കാൻ കഴിയില്ല എന്നും വിദേശകാര്യ മന്ത്രാലയം ഓർമ്മപ്പെടുത്തി. ചൈനയുടെ നടപടിയെ ശക്തമായി അപലപിച്ച് അരുണാചൽ മുഖ്യമന്ത്രി പ്രേമ ഖണ്ഡുവും രംഗത്ത് വന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICU പീഡനക്കേസിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന സീനിയർ നഴ്സിംഗ് ഓഫീസർ PB അനിത ഉപവാസ സമരം ആരംഭിച്ചു. ഹൈക്കോടതി ഉത്തരവുണ്ടായിട്ടും ജോലിയിൽ തിരികെ പ്രവേശിപ്പിക്കുന്നില്ല എന്ന് കാണിച്ചാണ് പ്രതിഷേധം. സർക്കാർ തലത്തിൽ അറിയിപ്പ് ലഭിച്ചിട്ടില്ല എന്നാണ് മെഡിക്കൽ കോളേജ് അധികൃതരുടെ വിശദീകരണം. ഏപ്രിൽ 1 മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പുനർനിയമനം നൽകണമെന്നായിരുന്നു ഹൈക്കോടതി ഉത്തരവ്. ഇതുപ്രകാരം ഇന്നലെ PB അനിത മെഡിക്കൽ കോളേജിലെത്തി. എന്നാൽ സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് ജോലിയിൽ പ്രവേശിക്കാൻ അനുവദിക്കുന്നില്ലെന്ന് നഴ്സായ PB അനിത പറയുന്നു. ഇതോടെയാണ് ഉപവാസ സമരം ആരംഭിച്ചത്. ഹൈക്കോടതിയിൽ നിന്നൊരു വിധി കൊണ്ടുവന്നിട്ട്
ആ ഓർഡർ പോലും അവർക്ക് നടപടി എടുക്കാൻ പറ്റിയില്ലെന്നുണ്ടെങ്കിൽ എനിക്കിപ്പോൾ ഇതായിട്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. സർക്കാരിൻ്റെ കണ്ണ് എങ്ങനെ തുറക്കുമെന്നുള്ളത് നോക്കണ്ടേ. ഇവിടെ 20 വർഷമായിട്ട് മെഡിക്കൽ കോളേജിൽ ജോലി ചെയ്യുന്നൊരു വ്യക്തിയാണ്. ഞാനായിട്ടൊരു തെറ്റും ചെയ്തിട്ടില്ല. അതിജീവിതയ്ക്കൊപ്പം നിൽക്കുകയും അവരെ സ്വാധീനിക്കാൻ ശ്രമിച്ചവരുടെ പേര് ഞാൻ റിപ്പോർട്ട് ചെയ്യുക മാത്രം. ആ ഒരു തെറ്റാണോ ഞാൻ ചെയ്തത്? തെറ്റാണോ? സർക്കാർ പ്രതികളെ സഹായിക്കുകയാണെന്ന് ICU പീഡനക്കേസിലെ അതിജീവിത. പീഡിപ്പിച്ച യൂണിയന്റെ ആളായിരിക്കണം, എന്നാൽ അവർ സഹായിക്കാൻ വരും. ഈ പ്രതിയെ സംരക്ഷിക്കാനും ഇങ്ങനെ ഒരു പീഡനം ഇവിടെ നടന്നിട്ടില്ലെന്ന് തെളിയിക്കാനും വേണ്ടിയിട്ടാണ്. അപ്പോൾ ഈ ഹോസ്പിറ്റൽ അടക്കം സർക്കാർ മൊത്തം യൂണിയന്റെ കയ്യിലാണ്. അപ്പം ഈ സർക്കാരിനെതിരെയാണ് ഇനി നമ്മുടെ പ്രതിഷേധം. 2023 മാർച്ച് 18-നാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ച് യുവതി പീഡനത്തിനിരയായത്. സംഭവത്തിൽ അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിംഗ് ഓഫീസറായിരുന്നു PB അനിത. വകുപ്പ് തല നടപടിയുടെ ഭാഗമെന്ന വാദമുയർത്തിയായിരുന്നു PB അനിതയെ ഇടുക്കിയിലേക്ക് സ്ഥലം മാറ്റിയത്. 24 കോഴിക്കോട്. വിശ്വാസികൾക്ക് വ്രതശുദ്ധിയുടെ നാളുകൾ. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് പുണ്യങ്ങളുടെ പൂക്കാലം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ദുബായ് കരാമയിലെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ ശ്രദ്ധേയമാകുന്നു. 100 കണക്കിന് മലയാളികളാണ് ഫെസ്റ്റിവൽ ആസ്വദിക്കാൻ എത്തുന്നത്. ദുബായിൽ നിന്ന് അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി നമ്മൾ പോകുന്നത്. ഇത്തവണത്തെ റമദാൻ രാത്രികൾ ദുബായ് മലയാളികൾ പൊടിപൂരമാക്കുകയാണ് ഇങ്ങ് കരാമയിൽ. ഉപ്പിലിട്ടതും വായിലിട്ട് നുണഞ്ഞ് കൂട്ടുകാരോടൊപ്പം നടന്ന ആ പഴയ കാലത്തേക്കുള്ള തിരിച്ചുപോക്കാണ് ഓരോ ദുബായ് മലയാളിക്കും കരാമയിലെ റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ സമ്മാനിക്കുന്നത്. ജീവിത തിരക്കുകളെല്ലാം മറന്ന് മനസ്സ് തുറന്ന് ആഘോഷിക്കുകയാണ് ഇവിടെ പ്രവാസികൾ. വൈബ് ഇപ്പോൾ അടിപൊളിയാണ്. നല്ല ടൈം പാസ് ഒക്കെ ഉണ്ട് നോമ്പായ കാരണം. ഇപ്പോൾ നോമ്പ് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങോട്ടൊക്കെ വരാം. നല്ല ഫുഡൊക്കെ ഉണ്ട്. മലബാർ നാട്ടിൽ പോയ ഒരു പൂരപ്പറമ്പിൻ്റെ ഒരു ഫീൽ ഉണ്ട്. ഫുള്ള് മലയാളീസ്. റമദാൻ ഇൻ ദുബായ് ക്യാമ്പയിന്റെ ഭാഗമായി കരാമയിൽ ദുബായ് സർക്കാർ ഒരുക്കിയിരിക്കുന്ന റമദാൻ സ്ട്രീറ്റ് ഫുഡ് മേളയിലേക്ക് വിവിധയിടങ്ങളിൽ നിന്ന് മലയാളികളുടെ ഒഴുക്കാണ്. ഇത് ശരിക്കും ഇപ്പോൾ ഒരു ആഘോഷമാണ്. എല്ലാ മലയാളികളും എന്താ പറയേണ്ടത്, നമ്മളെ നാട്ടുകാരും ഒന്നിച്ച് ഒരു ഭക്ഷണം കഴിക്കുന്ന ഭക്ഷണം എന്ന് പറഞ്ഞാൽ എല്ലാ ടൈപ്പ് ഭക്ഷണവും നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട്. കുലിക്ക് സർവത്ത് ഞാൻ കോഴിക്കോടെല്ലാം ബീച്ചിലെല്ലാം പറ്റാം. അതേ സെയിം സാധനം ഞാൻ അവിടെ കുറേ വർക്കം ചെയ്ത് ഇത് കഴിഞ്ഞ വർഷം ഫസ്റ്റ് ആയിട്ട് ഞങ്ങൾ ഇങ്ങനെ ചെയ്തതാണ്. നല്ല അഭിപ്രായമാണ്. ഒരു ഭാഗത്ത് നാടൻ ഭക്ഷണങ്ങളുടെ വലിയ ലോകം, മുട്ടിപ്പാട്ടും മാപ്പിളപ്പാട്ടുമായി ആളുകൾ മറ്റൊരു ഭാഗത്ത്. സൂഫി സംഗീതത്തിന്റെ മനോഹാരിതയിൽ അലിഞ്ഞിരിക്കാനും ആളുകളേറെ. കഴിഞ്ഞ വർഷമാണ് റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവൽ തുടങ്ങിയത്. 55 റെസ്റ്റോറന്റുകളാണ് ഇത്തവണ വൈവിധ്യമാർന്ന ഇനങ്ങൾ ഒരുക്കി റമദാൻ സ്ട്രീറ്റ് ഫുഡ് ഫെസ്റ്റിവലിന്റെ ഭാഗമായിട്ടുള്ളത്. രാവ് പുലരുവോളം ഈ തെരുവിന്റെ മനോഹാരിത ആസ്വദിച്ചാണ് ഓരോരുത്തരും ഇവിടെ നിന്നും മടങ്ങുന്നത്. ദുബായ് കരാമയിൽ നിന്നും ശരത് ചെറുകുന്നിനൊപ്പം അരുൺ പാറാട്ട്, 24. നോക്കാമിനി ഇന്നത്തെ നോമ്പുതുറ സമയം. അൽ മുക്താദിർ ഗോൾഡൻ ഡയമണ്ട്സ് നോമ്പുതുറ സമയം സമർപ്പിക്കുന്നത് എല്ലാ ആഭരണങ്ങളും ഇപ്പോൾ പണിക്കൂലിയില്ലാതെ വാങ്ങാം. അൽ മുക്താദിർ ജ്വല്ലേഴ്സ്. ഇന്ന് ഇതുവരെ പുറത്തുവന്ന വളരെ പ്രധാനപ്പെട്ട വാർത്തകളിലൂടെയാണ് നമ്മൾ കഴിഞ്ഞ 1 മണിക്കൂറിൽ കടന്നുപോയത്. ഗുഡ് ആഫ്റ്റർനൂണിന്റെ സമയം ഇവിടെ പൂർത്തിയാകുന്നു.